ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കഥ കേൾക്കാൻ എല്ലാവരും തയ്യാറല്ലേ? അപ്പോൾ കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാമല്ലേ. എൻ്റെ പേര് അരുൺ, വയസ്സ് 30, ഭാര്യ ദീപ, അവൾക്ക് വയസ്സ് 27. കഥയിലെ നായികയും പുള്ളിക്കാരി തന്നെയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമാകുന്നു. എന്നെ വെച്ച് നോക്കിയാൽ അവൾ നല്ല വെളുത്തതാണ്. ഞാൻ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായി ജോലി ചെയ്യുന്നു. എൻ്റെ ഭാര്യ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ഒരു 2 BHK അപ്പാർട്ട്മെൻറ്റിലാണ്. ഒരു മാസ്റ്റർ ബെഡ്റൂമും മറ്റൊന്നിൽ ദീപയുടെ വർക്ക് ഫ്രം ഹോം ആവശ്യങ്ങൾക്കായി സെറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു റൂമും. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് 45 മിനിറ്റ് ട്രാവലുണ്ട്. ദീപയ്ക്കൊരു 20 to 30 മിനിറ്റ് മാക്സിമം. എന്നാൽ ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ദിശയിലേക്കുള്ള സ്ഥലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാകട്ടെ കുറച്ചുള്ളിലേക്ക് ഒതുങ്ങിയ ഗ്രാമപ്രദേശത്താണ്. എന്നാൽ ദീപ വർക്ക് ചെയ്യുന്നത് ടൗണിൽ തന്നെയാണ്. സാധാരണയായി ഞാൻ കാറിലും അവൾ അവളുടെ സ്കൂട്ടിയിലുമാണ് യാത്ര. ചിലപ്പോഴൊക്കെ പുള്ളിക്കാരി ബസ്സിലും പോവാറുണ്ട്. ഓഫീസിൽ സ്പെഷ്യൽ മീറ്റിംഗ് ഉള്ള ദിവസങ്ങളിൽ കൂടുതലും ബസ്സിലാണ് പോവാറുള്ളത്. തിരിച്ച് ഡ്രൈവ് ചെയ്ത് വരുന്നതിന് മടിയായതുകൊണ്ടാണ് ബൈക്ക് എടുക്കാത്തതെന്ന് പറയും. എൻ്റെ വർക്കിംഗ് ടൈം 10 to 6ഉം ദീപയുടെ 9 to 5ഉമാണ്. എന്നാൽ പ്രൈവറ്റ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഷിഫ്റ്റ് ടൈം പെർഫെക്റ്റ് ഒന്നും അല്ല. ചിലപ്പോൾ 6 അല്ലെങ്കിൽ 7, ചിലപ്പോൾ 8 മണി വരെ ആകും. ലേറ്റ് ആവുന്ന ദിവസങ്ങളിൽ എനിക്ക് ദീപ മെസ്സേജ് അയച്ചിടും. ഞാൻ ടയേർഡ് അല്ലെങ്കിൽ പിക്ക് ചെയ്യാൻ വരാനും പറയും. എനിക്ക് വീക്കെൻഡ്സിൽ ഓഫാണ്. എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം ശനി ദിവസങ്ങളിൽ വർക്ക് ചെയ്യും. ദീപയ്ക്ക് തിങ്കൾ മുതൽ ശനി വരെ വർക്കുണ്ട്. ഇനി എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ സാമാന്യം കാണാൻ തരക്കേടില്ലാത്ത ആവറേജ് ലുക്കുള്ള ഒരു 5.8 ഉയരമുള്ള ഒരാൾ. എൻ്റെ ഭാര്യ ദീപ 4.5 ഉയരം. എന്നാൽ മെലിഞ്ഞിട്ടാണെന്ന് ചോദിച്ചാൽ അല്ല, സാമാന്യം തരക്കേടില്ലാത്ത വണ്ണം. എന്നാൽ സുന്ദരിയാണ്. ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോവും. ജിമ്മിലൊന്നും അവൾ പോകുന്നില്ല, പാരമ്പര്യമായിട്ട് കിട്ടിയതാവാം. ദീപ ഡാൻസ് കളിക്കും, അതും അവൾക്ക് തോന്നുമ്പോൾ. ചിലപ്പോഴൊക്കെ അവളുടെ റൂമിൽ നിന്നും പാട്ട് കേൾക്കും. കൈമുട്ടോളം വരുന്ന നീണ്ട മുടിയുണ്ട് അവൾക്ക്. അതവളുടെ ഭംഗി കൂട്ടിയിട്ടേ ഉള്ളൂ. ഇങ്ങനെയൊക്കെയാണെങ്കിലും പുള്ളിക്കാരി പട്ടിക്കാട് ചിന്താഗതി മനസ്സിൽ കൊണ്ടെടുക്കുന്ന ഒരാളാണ്. എപ്പോഴും വെളിയിൽ പോകുമ്പോൾ ചുരിദാർ തന്നെയാണ് വേഷം. ഞാൻ ഒരുപാട് വഴക്ക് പറയും, പക്ഷേ അവളത് കേൾക്കില്ല. അവൾക്കെല്ലാം നന്നായി മാച്ചാകും. പക്ഷേ ചുരിദാറാണ് അവൾക്ക് കൂടുതൽ കംഫർട്ട്. എന്നാൽ വർക്ക് പ്ലേസിൽ ചുരിദാറിട്ട് പോകുന്നത് നടക്കില്ല. കമ്പനിയിൽ ഒരു ഡ്രസ് കോഡുണ്ട്, അത് വേണം ഇടാൻ. പക്ഷെ അവൾക്ക് അതിനൊന്നും താല്പര്യമില്ല. കമ്പനിയിൽ ഇടുന്നതിന് വേണ്ടി ഞാൻ മോഡേൺ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്താലും വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ഒരുപാട് അതിൻ്റെ പേരിൽ അവളെ വഴക്കു പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല. ഇനി ഞങ്ങളുടെ ലൈഫ്, കുട്ടികൾ ഇപ്പോഴേ വേണ്ട എന്നും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം മാത്രം മതിയെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും തീരുമാനം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങൾ നാട്ടിലല്ല, പൂനെയിലാണ് താമസിക്കുന്നത്. എൻ്റെ ഫാമിലിയിൽ ഞാനും ഒരനിയത്തിയുമാണ്. അനിയത്തി ഇപ്പോൾ നാട്ടിൽ എൻജിനീയറിങ് ചെയ്യുന്നു. ദീപ ഒറ്റ മോളാണ്. പാരൻസ് നാട്ടിൽ. രണ്ടുപേരുടെയും കുടുംബം അത്യാവശ്യം അറിയപ്പെടുന്ന തറവാട്ടുകാരാണ്. ഈ അടുത്തായിരുന്നു ഞങ്ങളുടെ 3rd ഇയർ ആനിവേഴ്സറി. ഞാൻ അവൾക്ക് ഗിഫ്റ്റായി കൊടുത്തത് ഒരു ചെയിനായിരുന്നു. അങ്ങനെ 3rd ആനിവേഴ്സറി ആയിട്ട് കുറച്ച് ഷോപ്പിംഗ് നടത്താൻ സൺഡേ മാളിൽ പോയി. അവിടെ ഞങ്ങളൊരു മൂവി കണ്ടു. പിന്നെ ഫുഡും ഡ്രസ്സുമൊക്കെ എടുത്തു. അങ്ങനെ അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദീപയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ശരത് എന്ന ഒരു സുഹൃത്തിനെ കണ്ടത്. ദീപയാണ് എന്നെ വിളിച്ച് കാണിച്ചു തന്നത്. ശരത്ത് കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണെന്നും പറഞ്ഞു. കാണാൻ ഒരു 25 വയസ്സ് തോന്നിക്കും. നല്ല ഹാൻസം. ഞങ്ങളങ്ങനെ
കുറച്ചു നേരം സംസാരിച്ചു. ശേഷം തിരിച്ച് ഫ്ലാറ്റിൽ വന്ന് ഒന്ന് കൂടി സന്തോഷമായി കിടന്നുറങ്ങി. പതിവ് പോലെ മൺഡേ ഞാൻ കണ്ണു തുറന്നപ്പോൾ 8 മണിക്ക് ദീപ ജോലിക്ക് പോവാൻ റെഡിയാകുമായിരുന്നു. ഇന്നലെ എടുത്തു കൊടുത്ത ഒരു ഡ്രസ്സായിരുന്നു അവൾ ഇന്ന് ഇട്ടിരിക്കുന്നത്. അങ്ങനെ 8:30 ദീപ ജോലിക്കിറങ്ങി. എനിക്കുള്ള ഫുഡെല്ലാം ടേബിളിൽ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാനും എൻ്റെ ജോലിക്കിറങ്ങി. 6 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് ഫോണിൽ നോക്കിയപ്പോൾ ദീപയുടെ മെസ്സേജ്. ഞാൻ വരാൻ ലേറ്റാകും, ഒരു 7:30 അതായിരുന്നു അവളുടെ മെസ്സേജ്. ഞാനതിന് ഓക്കെ റിപ്ലൈ കൊടുത്തു. ഷിഫ്റ്റ് കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ വർക്കേഴ്സിൻ്റെ കൂടെ പുറത്തുനിന്ന് ഒരു ചായ പതിവുള്ളതാണ്. അടുത്തുള്ള കടയിൽ ചായ കുടിക്കാൻ എടുക്കുമ്പോഴാണ് ബൈക്കിൽ വന്ന ഒരാളെ അരുണയെന്ന് വിളിക്കുന്നതും ഹെൽമെറ്റ് മാറ്റിയപ്പോഴാണ് ആ ആളെ എനിക്ക് മനസ്സിലായത്. മിഥുൻ എൻ്റെ ഒരു പരിചയക്കാരനാണെന്ന് പറയാം. പൂനെയിൽ വന്ന ടൈമിലൊക്കെ വീടൊക്കെ സെറ്റാക്കാൻ പുള്ളിക്കാരൻ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇവിടെ മെഡിക്കൽ റെപ്പായി വർക്ക് ചെയ്യുന്നു. നാട്ടിലുള്ള എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് മിഥുനെ ഞാൻ പൂനെയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നേ ഇവിടുത്തെ ലൈഫ്? നാട്ടിലൊക്കെ പോകാറുണ്ടോ? എന്നെ കണ്ടതും മിഥുൻ ചോദിച്ചു. ആ, ലൈഫ് ഫുള്ള് ബിസിയാണ്. പ്രത്യേകിച്ച് അത് പറയേണ്ടതില്ലല്ലോ. നാട്ടിലേക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, സമയം കിട്ടുന്നില്ല. എനിക്ക് അവൾക്കും ലീവ് ഒരുമിച്ച് കിട്ടണ്ടേ? ഞാൻ പറഞ്ഞു. ഓ, അത് ശരിയാ. ഞാൻ വൈഫിനെ വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് കണ്ടായിരുന്നു. സംസാരിക്കാനും പറ്റില്ല. വീട്ടിലേക്ക് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. മിഥുൻ എന്നോട് പറഞ്ഞു. അങ്ങനെ വരാൻ ചാൻസ് കുറവാണ്. അവൾ വരാൻ ലേറ്റ് ആകുമെന്ന് മെസ്സേജ് ഇട്ടിരുന്നു. മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞു. ആണോ? ചിലപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് കാണും. മെസ്സേജ് അയക്കാൻ മറന്നതാവും. എന്തായാലും ഞാൻ വരുന്ന വഴിയിൽ കണ്ടിരുന്നു. ഒരു വൈറ്റ് ടോപ്പും ഒരു റെഡ് ഹെൽമെറ്റും. കൂടെയുള്ള ഫ്രണ്ടിനെ ഞാൻ കണ്ടില്ല, അവൻ പറഞ്ഞു. ആ, അത് അവൾ തന്നെയാകും. ചിലപ്പോൾ വന്ന് കാണും. അല്ല, നാട്ടിലും വീട്ടിലുള്ള എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ അവനോട് ചോദിച്ചു. ആടാ, എല്ലാവരും ഹാപ്പി. എന്തായാലും കണ്ടതിൽ സന്തോഷം. പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലെ വീണ്ടും കാണാം. ഇപ്പോൾ പോയിട്ട് കുറച്ച് ബിസിയുണ്ട്, മിഥുൻ പറഞ്ഞു. ആ, ഓക്കെ, ബൈ. ചായ കുടിച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി. ഒരു 7:30 ഞാൻ ഫ്ലാറ്റിലെത്തി. ഫ്ലാറ്റ് ലോക്കായിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദീപ വന്നു. ചാടിക്കേറി, നീ ഇവിടെ വന്നിരുന്നോ? വീണ്ടും എവിടേക്ക് പോയതാണെന്നൊന്നും ഞാൻ ചോദിക്കാൻ നിന്നില്ല. ഞാൻ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഫോണിൽ റീൽസും കണ്ടുകൊണ്ടിരുന്നു. അവൾ കുക്കിംഗ് കഴിഞ്ഞ് കുളിക്കാൻ കയറി. ഇതിനിടയിൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ചെന്തൊക്കെയോ സംസാരിച്ചു. പക്ഷേ ഇവിടെ വന്നെന്നൊന്നും അവൾ എന്നോട് പറഞ്ഞില്ല. അങ്ങനെ റീൽസ് നോക്കിയിരുന്നപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിൽ വന്നത്. ദീപ എന്നോടെന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഏയ്, ഉണ്ടാകില്ല. ചിലപ്പോൾ അവൾ പറയാൻ മറന്നതാകും എന്ന് ഞാൻ സ്വയം ആലോചിച്ചു. അങ്ങനെ ഇന്നത്തെ സംഭവങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കെ അവൾ കുളി കഴിഞ്ഞ് വന്നു. ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിച്ചു. പ്രത്യേകിച്ചൊന്നും സംസാരിച്ചില്ല. രണ്ടുപേരും ഫോണും നോക്കി കഴിച്ചു. കിടക്കാൻ നേരം ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അവൾ ഒട്ടും വയ്യ, ഓഫീസിൽ നല്ല ബിസിയായിരുന്നു എന്നും പറഞ്ഞു. ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ബൈക്ക് കൊണ്ടുപോയത്? എന്നെ വിളിച്ചാൽ ഞാൻ വന്ന് പിക്ക് ചെയ്യില്ലേ? ഞാൻ അവളോട് ചോദിച്ചു. അത് ഇന്ന് മീറ്റിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞില്ല. 3 മണിക്ക് തുടങ്ങിയ മീറ്റിംഗ് ആണ്. ഒന്ന് ഫ്രീ ആയത് 6:45 ദീപ പറഞ്ഞു. ഞാനൊന്ന് മൂളുക മാത്രം ചെയ്തു. അല്ലാതെ എനിക്കവളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തോന്നിയില്ല. കാരണം മിഥുൻ പറഞ്ഞത് ശരിയാവണമെന്നില്ലല്ലോ. അവന് ആള് മാറിയതുമാകാം. പിന്നെ ഞാൻ അത് വിട്ടു. അങ്ങനെ ശനിയാഴ്ചയായി. എനിക്ക് ഓഫായിരുന്നു. പതിവ് പോലെ രാവിലെ ദീപ വർക്കിന് പോകാൻ റെഡിയാവുന്നു. വൈകുന്നേരം ചിലപ്പോൾ ലേറ്റാവും. ക്ലയൻറ്റ് മീറ്റിംഗ് ഉണ്ട്. ബൈക്ക് എടുക്കുന്നില്ല, പിക്ക് ചെയ്യാൻ വരണം എന്ന് അവൾ എന്നോട് പറഞ്ഞു. ടൈം എത്രയാവുമെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ പറയാൻ പറ്റില്ല, ടെക്സ്റ്റ് ചെയ്യാം എന്നാണ് അവൾ മറുപടി പറഞ്ഞത്. എന്തായാലും ഉറക്കം പോയി. എങ്കിൽ പിന്നെ എഴുന്നേക്കാമെന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് സോഫയിൽ തന്നെ ഒന്നുകൂടി കിടന്ന് മയങ്ങിപ്പോയി. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ എഴുന്നേറ്റത്.
കമ്പനിയിൽ സ്വീപ്പറായി വർക്ക് ചെയ്യുന്ന ശ്യാമ ചേച്ചിയായിരുന്നു ഫോണിൽ. ചേച്ചിക്ക് അത്ര പ്രായമൊന്നുമില്ല, 40 വയസ്സ്. മലയാളി ആയതുകൊണ്ട് തന്നെ എനിക്ക് ചേച്ചിയെയും ചേച്ചിക്ക് എന്നെയും വലിയ കാര്യമാണ്. വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് മലയാളികൾ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഹലോ, എന്താ ചേച്ചി വിളിച്ചേ? ഞാൻ ചോദിച്ചു. മോനെ, ഞാൻ അന്ന് മേടിച്ച പൈസയില്ലേ, 2000 രൂപ, അത് തിരിച്ചു തരാൻ വേണ്ടിയായിരുന്നു. അത് ചേച്ചി, ഞാനിപ്പോൾ കമ്പനിയിലില്ലല്ലോ, എനിക്കിന്ന് ഓഫാണ്, ഞാൻ പറഞ്ഞു. ആ, അതെനിക്കറിയാം മോനെ, ഞാനും ഇന്ന് ജോലി ചെയ്യുന്നില്ല. ഇന്ന് നൈറ്റ് ഞാൻ നാട്ടിൽ പോവാ. ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കായിരുന്നു. അപ്പോഴാ ദീപമോളെ കണ്ടത്, ചേച്ചി പറഞ്ഞു. ദീപയോ? എവിടെ? ഞാൻ ചോദിച്ചു. ആ, മോളിവിടെ മാളിലുണ്ട്. ഞാൻ മോനോട് ചോദിച്ചതിന് ശേഷം പൈസ മോളുടെ കയ്യിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചേ, ചേച്ചി പറഞ്ഞു. അത് വേണ്ട ചേച്ചി, 2000 രൂപയല്ലേ, എനിക്കിപ്പോൾ ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല. ചേച്ചി നാട്ടിൽ പോകുന്നതല്ലേ, അത് കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടാകും, ഞാൻ പറഞ്ഞു. അല്ല മോനെ, എന്നാലും അതൊന്നും കുഴപ്പമില്ല ചേച്ചി, നാട്ടിൽ പോയി വരുമ്പോൾ കാണാം. എങ്കിൽ ശരി മോനെ. ഞാൻ സമയം നോക്കിയപ്പോൾ 2:30 ആവുന്നു. ഓഫീസിൽ പോയ ദീപ എങ്ങനെ മാളിലെത്തി? അവളുടെ മീറ്റിംഗ് ക്യാൻസലായോ? ഫോണിൽ അവളുടെ മെസ്സേജ് ഒന്നുമില്ല. ഞാൻ എന്തായാലും അവളെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി ഫോൺ റിങ് ചെയ്തു, പക്ഷെ എടുക്കുന്നില്ല. പിന്നെയും വിളിച്ചു നോക്കി. ഇത്തവണ കോൾ കട്ട് ചെയ്തു. ശേഷം വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഓഫീസിലാണ്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാണ്, ഇപ്പോൾ കോൾ എടുക്കാൻ പറ്റില്ല, മീറ്റിംഗ് കഴിയുമ്പോൾ 7 ആവും എന്നായിരുന്നു അവളുടെ മെസ്സേജ്. എനിക്കാകെ തലയ്ക്ക് തീ പിടിക്കുന്ന പോലെ തോന്നി. കുറച്ച് ദിവസങ്ങൾ മുമ്പ് മിഥുൻ പറഞ്ഞ പോലെയല്ല, ചേച്ചിക്ക് ദീപയെ നല്ലപോലെ അറിയാം. ടൗണിൽ പോകുന്ന വഴി ഞങ്ങളുടെ ഫ്ലാറ്റിൽ പലതവണ ചേച്ചി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടും ചേച്ചി പറയുന്നത് വിശ്വസിക്കാം. ഞാൻ സമയം നോക്കി, 2:45. എന്തായാലും മാൾ വരെ ഒന്ന് പോയി നോക്കാം, ആര് പറയുന്നതാണ് ശരിയെന്ന് അറിയാലോ. അവൾ പറഞ്ഞത് ഓഫീസിലാണെന്നല്ലേ, മീറ്റിംഗ് കഴിയാൻ 6:45 ആവുമെന്ന്. അതുകൊണ്ട് ആദ്യം അവളുടെ ഓഫീസിൽ പോയി നോക്കിയിട്ട് പിന്നെ മാളിൽ പോയാൽ മതിയോ എന്നായി എൻ്റെ ചിന്ത. അല്ലെങ്കിൽ വേണ്ട, ഓഫീസിൽ പോകണ്ട. ഞാൻ അവിടെ ചെന്ന് ഇവളെക്കുറിച്ച് ആരോടെങ്കിലും അന്വേഷിച്ചാൽ അവൾ ചിലപ്പോൾ ദീപയോട് തന്നെ അത് വിളിച്ചു പറയാൻ സാധ്യതയുണ്ട്. ഞാൻ മാളിൽ പോകാൻ തീരുമാനിച്ചു. 3:30 ആയപ്പോൾ ഞാൻ മാളിലെത്തി. പാർക്കിങ്ങിൽ എൻ്റെ കാറ് പാർക്ക് ചെയ്തു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ വളരെ ശ്രദ്ധിച്ച് മാളിൽ ദീപയെ അന്വേഷിച്ചു. നേരിട്ട് അവളുടെ മുന്നിൽ പോയി നിൽക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നില്ല. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ അവളെ കണ്ടു. എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ ഒട്ടും പറ്റിയില്ല. എൻ്റെ ദീപ അതാ മാളിൽ. അതിൽ എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് അവളുടെ മോഡേൺ ഡ്രസ്സായിരുന്നു. അവളെ ഒരിക്കൽ പോലും ഞാനിങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അവളുടെ കൂടെയുള്ള ആളിനെ നോക്കി. അവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്നു, കൂടെയുള്ളത് രേഷ്മ. ഇവളെൻ്റെ നാട്ടുകാരിയാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ കോളേജിൽ പോയ സമയത്ത് ഇവളും വേറെ കോളേജിലായിരുന്നു. അങ്ങനെ പിന്നെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായില്ല. ഞാൻ പൂനെയിൽ വരുന്ന ടൈമിൽ ഇവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. കാരണം ഇവളുടെ ഹസ്ബൻഡുമായി മുംബൈയിലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. രേഷ്മ അന്നേ ഒരു ബ്യൂട്ടി ക്യൂനായിരുന്നു. പഠിക്കുന്ന സമയം അവളെ നോക്കാത്ത ടീച്ചേഴ്സോ സ്റ്റുഡൻസോ ഇല്ലെന്ന് തന്നെ പറയാം. പല ടീച്ചേഴ്സിനും അവൾ പിടികൊടുത്തിട്ടുണ്ടെന്നും ഓണം സെലിബ്രേഷൻ ടൈമിൽ എല്ലാവർക്കും കണ്ണിന് കുളിർമ കൊടുക്കുന്നതും അവളുടെ ഒരു ഹോബിയായിരുന്നു. രേഷ്മ നല്ല വെളുത്തതായിരുന്നു, പക്ഷേ ദീപയുടെ അത്രയുമില്ല. അങ്ങനെ അവർ ഒരു ഷോപ്പിലേക്ക് കയറി ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് 2 പേർ വരുന്നത് ഞാൻ കണ്ടത്. അതിലൊരാൾ ശരത്താണ്. അവനെ മുമ്പൊരിക്കൽ ദീപ പരിചയപ്പെടുത്തിയിരുന്നു. കൂടെയുള്ളവനെ എനിക്കറിയില്ല. ഇവർ 2 പേരും അവരുടെ അടുത്ത് വന്നു. ശരത്ത് വന്ന് രേഷ്മയുടെ കയ്യിൽ പിടിച്ച് എന്തോ ചോദിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് പേരറിയാത്തവൻ നേരെ എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്ന് അവനിലേക്ക് അടുപ്പിച്ചു. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് അവൻ്റെ ആ പ്രവർത്തികളിൽ യാതൊരു ഭാവവ്യത്യാസമോ നെട്ടലോ, എന്തിന് അവളതിൽ നിന്നും പിന്മാറുക പോലും ചെയ്യുന്നില്ല. അതെന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി.
അവളുടെ പെരുമാറ്റത്തിൽ ഇതൊരു സാധാരണ വിഷയം പോലെയാണെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് എന്തൊക്കെയോ കണ്ടിട്ട് ദേഷ്യം വന്നു. അവളുടെ നേരെ ചെല്ലണമെന്നും അവൻ്റെ കൈ തല്ലി ഓടിക്കണമെന്നും തോന്നി. എന്നാൽ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തു എന്ന് വേണം പറയാൻ. വീട്ടിലെ എൻ്റെ ഭാര്യയും ഓഫീസിലെ ദീപയും തമ്മിലുള്ള വ്യത്യാസം എനിക്കറിയണമായിരുന്നു. പിന്നെ കുറച്ചു നേരം അവർ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തു. 1-2 കവർ പാക്ക് ചെയ്ത് അവർ അവിടെ നിന്നിറങ്ങി. പിന്നാലെ ഞാനും അവർ കാണാതെ ഫോളോ ചെയ്തു. രേഷ്മ ശരത്തിൻ്റെ ബൈക്കിൻ്റെ പുറകിലും ദീപ മറ്റവൻ്റെ ബൈക്കിൻ്റെ പുറകിലും കയറി. അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നുമുണ്ട്. ഞാൻ വളരെ ദൂരമായിട്ടായിരുന്നു അവരെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ കാറ് ദീപയുടെ കണ്ണിൽ പെടണ്ട എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ കരുതിയത് ദീപിനി പോകുന്നത് അവരുടെ ആരെങ്ങളുടെയും വീട്ടിലേക്കാവുമെന്നാണ്. പക്ഷേ അവർ നേരെ പോയത് ഓഫീസിലേക്കാണ്. സമയം 5:30 ആയിരുന്നു. പാർക്കിങ്ങിൽ ബൈക്ക് വെച്ച് അവർ 4 പേരും ഓഫീസിൽ കയറിപ്പോയി. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. എൻ്റെ മനസ്സിൽ 100,000 ചോദ്യങ്ങൾ വന്നുകൊണ്ടിരുന്നു. നേരിട്ട് അവളുടെ ഓഫീസിൽ പോയാലോ എന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചു. പിന്നെ ഒന്നും വേണ്ടെന്ന് വെച്ചു. ഞാൻ ഇതുവരെ 2-3 തവണ മാത്രമേ അവളുടെ ഓഫീസിൽ പോയിട്ടുള്ളൂ. അതും 1 വർഷത്തിന് മുമ്പോ മറ്റോ ആണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം പോലെ അവളുടെ ഓഫീസിലും മലയാളികളില്ലായിരുന്നു എന്ന് പറയാം. എപ്പോഴും അവൾ പറഞ്ഞിരുന്നു പിന്നീട് 2 മലയാളികൾ പുതിയതായി വന്നിരുന്നുവെന്ന്. ഞാൻ കൂടുതൽ അതൊന്നും ചോദിക്കാനും പിന്നെ പോയില്ല. ഞാൻ അങ്ങനെ വലിയ ഫ്രണ്ട് സൈക്കിൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളല്ലായിരുന്നു. അന്നും അവളുടെ ഓഫീസിൽ പോയപ്പോൾ ഇവൾ ഓവർകോട്ടിലായിരുന്നു. കൂടെയുള്ളവർ പൂനെ സ്റ്റൈലിൽ മോഡേൺ ഡ്രസ്സിലും. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് മറ്റുള്ളവർ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, അതുകൊണ്ട് അവർക്ക് ഡ്രസ് കോഡൊന്നുമില്ല എന്നായിരുന്നു. ഇങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എനിക്ക് ദീപയുടെ മെസ്സേജ് വരുന്നത്. എൻ്റെ മീറ്റിംഗ് 6:15 കഴിയും, പിക്ക് ചെയ്യാൻ വരണേ എന്നായിരുന്നു അവളുടെ മെസ്സേജ്. ഞാൻ സമയം നോക്കി. 5:45. കുറച്ച് നേരം കൂടി ഞാൻ കാറിൽ വെയിറ്റ് ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രേഷ്മയും ആ പേരറിയാത്തവനും ഓഫീസിന് വെളിയിൽ വരുന്നത് ഞാൻ കണ്ടു. അവർ പാർക്കിംഗ് ഏരിയയിലേക്കായിരുന്നു പോയത്. 2 പേരും ബൈക്ക് എടുത്തു. രേഷ്മയ്ക്കും ബൈക്കുണ്ടായിരുന്നു. എന്നാൽ ബൈക്കിലേക്ക് കയറാൻ തുടങ്ങിയ രേഷ്മയെ അവൻ ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവനിലേക്ക് അടുപ്പിച്ചു. ഞാൻ അപ്പോഴേക്കും തല തിരിച്ചു. അവരവിടെ എന്താ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. എന്തോ അത് കാണാൻ എനിക്കപ്പോൾ തോന്നിയില്ല. എൻ്റെ മനസ്സ് മുഴുവൻ എൻ്റെ ഭാര്യ എന്തായിരിക്കും ചെയ്യുന്നതെന്നായിരുന്നു. അങ്ങനെ അവർ 2 പേരും ബൈക്കെടുത്ത് വെളിയിൽ പോയി. എന്നാലും ഇവൻ ആരാണ് എൻ്റെ ഭാര്യയും രേഷ്മയും ഇങ്ങനെയൊക്കെ ചെയ്യാനും? കാണാൻ ഒരു മെനയുമില്ല. രേഷ്മയേക്കാൾ ഉയരമുണ്ടവന്. മെലിഞ്ഞിട്ടാണ്, കറുത്തിട്ടാണ്. പിന്നെ അവൻ്റെ ഒരു കുറ്റിത്താടിയും. ഇവനെ പോലെയുള്ളവന്മാർക്ക് രേഷ്മയൊന്ന് കാണാൻ കിട്ടും തന്നെ ഭാഗ്യമാണ്. അതുപോലെ എൻ്റെ ഭാര്യയും. സമയം 6:10. ഞാൻ അവരുടെ ഓഫീസ് ബിൽഡിങ്ങിലേക്ക് പാർക്കിംഗ് ഏരിയയിലേക്ക് എൻ്റെ കാറ് കൊണ്ടുപോയി പാർക്ക് ചെയ്തു. ദീപയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു, ഞാനിവിടെ എത്തിയെന്നും പറഞ്ഞു. 6:20 ദീപയും ശരത്തും ഒരുമിച്ച് ഓഫീസിന് വെളിയിൽ വന്നു. 2 പേരും എൻ്റെ കാർ ലക്ഷ്യമാക്കി നടന്നു വന്നു. അടുത്ത് വന്നപ്പോൾ ശരത്ത് ഒരു ഹായ് പറഞ്ഞ് നേരെ അവൻ്റെ ബൈക്കിൻ്റെ അടുത്തേക്കും ദീപ കാറിലേക്കും കയറി. വീട്ടിൽ നിന്നും എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ ഓവർകോട്ടിട്ടായിരുന്നു അവൾ തിരിച്ചു വന്നത്. ഷോപ്പിംഗ് കഴിഞ്ഞ് കയ്യിലുണ്ടായിരുന്ന കവറുകളൊന്നും ഇപ്പോൾ ഇല്ല. എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? ഞാൻ ചോദിച്ചു. നല്ല ബോറായിരുന്നു. ക്ലയൻറ്റിന് പറയുന്നത് തലേ കയറണ്ടേ, ദീപ പറഞ്ഞു. അപ്പോൾ ശരിക്കും ടയേർഡായി കാണുമല്ലോ? ഞാൻ ചോദിച്ചു. അതെ, ബ്രേക്ക് പോലും എടുക്കാൻ പറ്റില്ലെന്ന് വേണം പറയാൻ, ദീപ പറഞ്ഞു. എന്നാലൊരു കാര്യം ചെയ്യാം, ഇന്നിനി കുക്കിംഗ് ഒന്നും വേണ്ട, നമുക്ക് പോകുന്ന വഴിയിൽ ഫുഡ് മേടിക്കാം, ഒരു ജ്യൂസും കൂടി ആവാമല്ലോ, ഞാൻ പറഞ്ഞു. അവൾ ഒന്ന് മൂളി. ഞങ്ങൾ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി പാർസൽ വാങ്ങിച്ചു. അതിനിടയിൽ ഓരോ ജ്യൂസും കഴിച്ചു. എൻ്റെ ഭാര്യ എത്ര കൂളായിട്ടാണ് നുണ പറയുന്നത്. അവളുടെ ഈ ഒരു കഴിവ് അപാരം തന്നെ. ഞാനും നല്ലപോലെ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ അത്രയ്ക്കും ദേഷ്യം വന്നിട്ടും
എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് ഞാൻ അവളോട് സംസാരിക്കുന്നത്. അതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എനിക്കറിയണമായിരുന്നു. വീട്ടിലെത്തി ഞാൻ കുളിക്കാനും അവളെന്തോ മെയിലിഴക്കാനും ഉണ്ടെന്ന് പറഞ്ഞ് അവളുടെ റൂമിൽ കയറി. ഞാനൊരു 10 മിനിറ്റിൽ കുളിച്ചിറങ്ങി. അപ്പോഴാണ് അവളും അവളുടെ റൂമിൽ നിന്നും വെളിയിൽ വന്നത്. ആ സമയം എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവിടെ നിന്നും എൻ്റെ മുന്നിലൂടെ പോകുന്ന ഭാര്യയല്ല ഇതിന് വെളിയിലുള്ളത്. നേരെ അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കുളിക്കാനാണ് പോയത്. ഞാനും കരുതി പോയി കുളിക്കട്ടെ, അവൻ തൊട്ടതല്ലേ, അതൊക്കെ പോട്ടെ എന്ന്. അങ്ങനെ ഞാൻ ഹോളിൽ TV കണ്ടുകൊണ്ടിരിക്കെ അവൾ കുളി കഴിഞ്ഞ് വന്നു. ഞാൻ ഫുഡ് എടുത്ത് വെക്കാം, വല്ലാത്ത ക്ഷീണം, എനിക്കൊന്ന് ഉറങ്ങണം, അവൾ പറഞ്ഞു. ദീപ ഫുഡ് എടുത്ത് ടേബിളിൽ വെച്ചു. ഞാനും കൂടി കഴിക്കാൻ ചെന്നു. എന്താടോ തൻ്റെ ബിസി മാറുന്നത്? എപ്പോഴും മീറ്റിംഗ് ആണല്ലോ, ഞാൻ ചോദിച്ചു. അത് മീറ്റിംഗ് എല്ലാം ഒഴിവാക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പറ്റുന്നില്ല, ദീപ പറഞ്ഞു. വേറെ ആരുമില്ലേ തന്നെ ഹെൽപ്പ് ചെയ്യാൻ? മലയാളികൾ പുതിയതാരെങ്കിലും ജോയിൻ ചെയ്തോ? ഞാൻ ചോദിച്ചു. ആ ഉണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങൾ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനടക്കം 6 പേരുണ്ട് ആ ടീമിൽ, ദീപ പറഞ്ഞു. ആഹാ കൊള്ളാലോ, തനിക്കങ്ങനെ മലയാളി ഫ്രണ്ട്സൊക്കെ ആയല്ലേ. എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും ഞാനും ഷാമേച്ചിയും മാത്രമേ ഉള്ളൂ മലയാളികളായിട്ട്, ഞാൻ പറഞ്ഞു. ചേച്ചി സുഖമായിരിക്കുന്നോ? ചേച്ചിയെ കണ്ടിട്ട് ഒരുപാടായി, ദീപ പറഞ്ഞു. ചേച്ചി ഈ വീക്കിൽ നാട്ടിൽ പോവാ എന്നോട് പറഞ്ഞിരുന്നു. ഓ അതെയല്ലേ, നിൻ്റെ പുതിയ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട്? ഞാൻ ചോദിച്ചു. പുതിയവരൊന്നും അല്ല, ശരിക്കും അവർ ജോയിൻ ചെയ്തിട്ടിപ്പോൾ 1 വർഷം ആകാറായി. അത്രയും നാളായോ? ഞാൻ ചോദിച്ചു. 1 വർഷമായോ ഇവരൊക്കെ ഫ്രണ്ട്സായിട്ട്? ഇതുവരെ ഇവളെന്നോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല, ഞാൻ മനസ്സിലോർത്തു. ആ ഒരുപാട് നാളായി. ശരത്തിനെ അരുൺ അറിയില്ലേ? ദീപ ചോദിച്ചു. ആ അറിയാം, ഇന്ന് കണ്ടതല്ലേ? ആ അതെ, പിന്നൊരു ചേച്ചി രേഷ്മ, പുള്ളിക്കാരുടെ ഹസ് നേവിയിലാണ്. മുംബൈയിലായിരുന്നു ആദ്യം, ഇപ്പോഴിവിടെ ജോലി കിട്ടിയപ്പോൾ ഷിഫ്റ്റ് ചെയ്തു. ഓ നാട്ടിലെവിടെയാ അവർ? ഞാൻ ചോദിച്ചു. സത്യം പറയാലോ അങ്ങനെയൊന്നും എനിക്കറിയില്ല, ഞാനങ്ങനെ ചോദിച്ചിട്ടുമില്ല. അപ്പോൾ ഇവൾക്ക് രേഷ്മ എൻ്റെ നാട്ടുകാരിയാണെന്ന് ശരിക്കും അറിയില്ലേ? ഞാൻ മനസ്സിലോർത്തു. പിന്നെ ആരൊക്കെയുണ്ട്? ഞാൻ ചോദിച്ചു. പിന്നെ ഒരാൾ ആസിഫ്, അവനും നാട്ടിലെവിടെയാണെന്ന് അറിയില്ല, ഒരു 24 വയസ്സുണ്ട്. പിന്നെ ഒരുത്തൻ ജാഫർ എന്നാണ് അവൻ്റെ പേര്, പുള്ളി മാരീഡാണ്, വൈഫ് ദുബായിലാണ്, നേഴ്സായി വർക്ക് ചെയ്യുന്നു, ഒരു 28-29 വയസ്സ് കാണും, ദീപ പറഞ്ഞു. ഓഹോ, തനിക്ക് ഇത്രയൊക്കെ മലയാളി ഫ്രണ്ട്സ് ഉണ്ടായിട്ടും ഇത്രയും നാളും താൻ എന്താടോ എന്നോട് പറയാതിരുന്നേ? എനിക്കും അവരെയൊക്കെ പരിചയപ്പെടായിരുന്നല്ലോ, ഞാൻ ചോദിച്ചു. അത് പിന്നെ അരുൺ അധികം ഫ്രണ്ട് സൈക്കിൾ ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ. അവരും പറയാറുണ്ട് ഹസിനെ പരിചയപ്പെടണമെന്നൊക്കെ, നമുക്കിവിടെ ടൈം കിട്ടുമ്പോൾ പരിചയപ്പെടാം, ദീപ പറഞ്ഞു. ഡബിൾ ഓക്കെ. പിന്നെ ആരാരാണ്? ഞാൻ ചോദിച്ചു. അതൊരു 21-22 വയസ്സുള്ള കുട്ടിയാണ്, പേര് ഷെൽമ. അവൾ ഞങ്ങളുടെ അവിടെ ജോയിൻ ചെയ്തിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. അതൊരു പാവാണ്, എന്ത് ചെയ്യാനും പേടിയുള്ള കൂട്ടത്തിലാണ്, ദീപ പറഞ്ഞു. ഇനിയൊരവസരം കിട്ടിയാൽ ഇവരേക്ക് ഒന്ന് പരിചയപ്പെടാം, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഉറങ്ങാൻ കിടന്നു. എത്രയൊക്കെ കണ്ണടച്ച് കിടന്നാലും മനസ്സിൽ മുഴുവൻ ഇന്ന് മാളിൽ കണ്ട എൻ്റെ ഭാര്യയുടെ മറ്റൊരു രൂപമായിരുന്നു. കൂടാതെ മറ്റവനെന്ന് കാട്ടിക്കൂട്ടിയതും. ഒരു കാര്യം എനിക്കുറപ്പായി, ഇവൾ ഒരുപാട് എന്നിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അതിനാദ്യം ഇവളുടെ ഫ്രണ്ട്സിനെ ഒന്ന് പരിചയപ്പെടണം, ഞാൻ ഓർത്തു. അങ്ങനെ പിറ്റേ ദിവസം സൺഡേ ആയി. എല്ലാ സൺഡേയിലും പോലെ ഞാനും ദീപയും പുറത്തേക്ക് പോയി ഫുഡ് കഴിച്ച് ഒരു മൂവി കണ്ട് തിരിച്ച് ഫ്ലാറ്റിൽ വന്നു. ദീപ പഴയ പോലെ എല്ലാം മറയ്ക്കുന്ന ഒരു ചുരിദാർ എടുത്തിട്ടാണ് കൂടെ വന്നത്. ഞാനാണെങ്കിൽ ഈ ഡ്രസ്സ് ചൂസ് ചെയ്യാനോ ഇതിട്ടാൽ മതിയെന്നോ ഒന്നും പറഞ്ഞില്ല. നോർമൽ ഒരു ദിവസം. രാത്രി വീട്ടിലെത്തി കിടക്കുന്നതിന് മുമ്പ് നാളത്തേക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു ദീപ അടുക്കളയിൽ. ഞാൻ പുറകിലോട് ചെന്ന് അവളെ വാരിപ്പുണർന്നു.
അവൾ ഉടൻ തന്നെ എൻ്റെ കൈ പിടിച്ച് മാറി നിന്നു. എന്നിട്ടവൾ കുറച്ച് ദേഷ്യത്തോടെ, എന്താ ഇതൊക്കെ, എനിക്കിതൊന്നും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ, അവൾ ചോദിച്ചു. അത് നീ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാ ഇപ്പോൾ വേണ്ട, എനിക്ക് കുറച്ചുകൂടെ ഇവിടെ പണിയുണ്ട്, അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടേക്ക് വരാം, അവൾ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ നേരെ അവിടെ നിന്നും റൂമിലേക്ക് വന്നു. എൻ്റെ മനസ്സിൽ വല്ലാത്ത ദേഷ്യവും വിഷമവുമെല്ലാം ഒരേ സമയം വന്നു. അവൾ എന്നെക്കൊണ്ട് ഒന്നും സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് അവളുടെ കൂടെ ജോലി ചെയ്യുന്ന ആ ചെക്കനെ പറ്റി ഞാൻ ഓർത്തത്. ഇന്നലെ ആ മാളിൽ വെച്ച്, അത്രയും പബ്ലിക്കായ സ്ഥലത്ത് വെച്ച് എന്തായിരുന്നു രണ്ടും കൂടി കാട്ടിക്കൂട്ടിയത്? മിക്കവാറും അവനാവും ഹാസിഫ്. അവൻ കണ്ടവരിൽ പ്രായം കുറവുള്ളത് അവനായിരുന്നു. പെട്ടെന്ന് ദീപ റൂമിലേക്ക് വന്നു. വന്നപാടെ ലൈറ്റെല്ലാം ഓഫാക്കി. എന്നിട്ട് എൻ്റെ അടുത്ത് കിടന്നു. പക്ഷേ എനിക്കെന്തോ അടുക്കളയിൽ നിന്നും കിട്ടിയ അപമാനത്താൽ ഞാൻ നല്ല ദേഷ്യത്തിലായിരുന്നു. അവൾ വന്നതും ഞാൻ തിരിഞ്ഞു കിടന്നു. അവളെന്നോട് ഒന്നും ചോദിച്ചുമില്ല. രാവിലെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ദീപ വർക്കിന് പോകാൻ വേണ്ടി റെഡിയാവുമായിരുന്നു. അവൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് നേരെ പോയി. ബൈക്കിലാണ് പോകുന്നതെന്നും പറഞ്ഞു. ഞാനും ഒന്ന് മൂളി. എൻ്റെ മനസ്സിലേക്ക് വീണ്ടും പഴയതൊക്കെ ഓർമ്മയിൽ വന്നു. ഇന്നലെ കിച്ചണിൽ വെച്ചുണ്ടായതും, എന്നാൽ ആ മാളിൽ വെച്ച് അവനോട് പ്രതികരിക്കാതിരുന്നത് പബ്ലിക് പ്ലേസിൽ വെച്ച് ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടെന്ന് കരുതി കാണുമോ? അതുപോലെ അവർ ബൈക്കിൽ ചേർന്നിരുന്ന് പോയത് മനഃപൂർവ്വം ആകണമെന്നില്ലല്ലോ. ഫ്രണ്ടിലിരിക്കുന്ന ആളോട് സംസാരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ ഇരിക്കാറ്? ദൈവമേ, ഞാൻ അവളെ തെറ്റായി ചിന്തിച്ചു കൂട്ടിയോ? മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തിനാ അവൾ പുറത്തു പോകുന്നേ? ഞാൻ പെർമിഷൻ കൊടുക്കില്ല എന്ന് കരുതിയിട്ടാണോ? അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ എല്ലാ ഹസ്സിനോട് ചോദിച്ചു മാത്രം ചെയ്യുന്ന ആളാണെന്ന് അവർ അറിയുമ്പോൾ കളിയാക്കുമെന്ന് കരുതിയിട്ടാണോ? ഇനി ചിലപ്പോൾ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കും ഡ്രസ് സ്റ്റൈൽ മാറ്റുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞിട്ടും ചേഞ്ച് ചെയ്യാത്ത എൻ്റെ ഭാര്യ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ മാറ്റിയെന്നുള്ളത് എന്നെ വേദനിപ്പിക്കുമെന്ന് കരുതിയിട്ടാവും ദീപ എൻ്റെ മുന്നിൽ പഴയതുപോലെ ഡ്രസ്സ് ഇടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ആസിഫിനും രേഷ്മയ്ക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഞാൻ കണ്ണുകൾ കൊണ്ട് കണ്ടതാണത്. സമയം നോക്കിയപ്പോൾ 9 മണി കഴിഞ്ഞു. ഇനിയും ലേറ്റായാൽ വർക്കിന് കൃത്യസമയത്ത് എത്തില്ല. ഏതൊരു ദിവസത്തെയും പോലെ 3 ദിവസം കടന്നുപോയി. മനസ്സിന് സമാധാനമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്കിടയിൽ ഒന്നും ഉണ്ടായില്ല. അവൾ വേണമെന്ന് പറഞ്ഞതുമില്ല. വ്യാഴാഴ്ച രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ സാരിയിൽ നിൽക്കാണ് ദീപ. ആ വേഷത്തിൽ അവളെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ വന്നു. മാസത്തിൽ 1-2 തവണയെ സാരി ഉടുക്കുന്നത്. അന്ന് അവളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാൻ അവളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു, അതെ, ഞാനിന്ന് ലേറ്റാവും, ഓടിട്ടുണ്ട്. ശരി, ഞാൻ എപ്പോഴാണ് പിക്ക് ചെയ്യാൻ വരേണ്ടത്? മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു. ഇന്നതിൻ്റെ ആവശ്യമില്ല, ഞാൻ സ്കൂട്ടി എടുക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഓഡിറ്റ് ക്യാൻസലാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് കഴിയും. അതുകൊണ്ട് ലേറ്റാവോ നേരത്തെ കഴിയുമോ എന്ന് പറയാൻ പറ്റില്ല, ദീപ പറഞ്ഞു. നീ എന്തായാലും മെസ്സേജ് ഇട്ടോ. നീ ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ എനിക്കും പുറത്തുനിന്ന് ചായ കുടിച്ച് പതുക്കെ വന്നാൽ പോരെ? ആ, ഓക്കെ, ബൈ. ദീപ സ്കൂട്ടിയുടെ കീ എടുത്തിറങ്ങി. ഞാനും വർക്കിന് പോകാൻ റെഡിയായി ഇറങ്ങി. ജോലി സ്ഥലത്ത് എത്തുന്നത് വരെ ഞാൻ ഓരോന്ന് ആലോചിച്ചു. വർക്ക് പ്ലേസിൽ ലഞ്ച് ബ്രേക്കായി. ഫുഡ് കഴിക്കുന്നതിനിടയിലാണ് ഞാൻ ഫോണിൽ നോക്കുന്നത്. ദീപയുടെ ഒരു മെസ്സേജ് ഉണ്ട്. ഓഡിറ്റ് 4 മണിക്ക് ശേഷമേ ഉണ്ടാവൂ, വരാൻ ലേറ്റാവും. അവളുടെ മെസ്സേജ് കണ്ടതോടെ എൻ്റെ നെഞ്ച് പടപട ഇടിക്കാൻ തുടങ്ങി. ഇന്നും ഇനി എന്നോട് നുണ പറഞ്ഞ് എവിടെയെങ്കിലും പോകാനുള്ള പ്ലാൻ ആയിരിക്കുമോ? ഒരു മനസ്സമാധാനവും കിട്ടുന്നില്ല. എന്തായാലും ഇന്നെനിക്കൊരു കാര്യം ഉറപ്പിക്കണം. എൻ്റെ ഭാര്യ എന്നെ ചതിക്കാണോ, അതോ ഞാൻ അവളെക്കുറിച്ച് അനാവശ്യമായി ചിന്തിച്ച് കൂട്ടാണോ എന്ന്. നേരെ ഓഫീസിലെ മാനേജറെ കണ്ട് ഞാൻ ഹാഫ് ഡേ ലീവ് പറഞ്ഞ് തലവേദന എന്നൊരു കള്ളവും പറഞ്ഞു. സമയം 2:15. നേരെ അവളുടെ ഓഫീസ് ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. ദീപയുടെ ഓഫീസിലേക്ക് പോകുമ്പോഴും എനിക്കുറപ്പില്ല അവളെ അവിടെ കാണാൻ പറ്റുമോ, അതോ അവൾ വെളിയിൽ പോയിട്ടുണ്ടാകുമോ എന്ന്. ഞാൻ ഫോണെടുത്ത് അവളെ വിളിച്ചു. കുറച്ച് റിങ് കഴിഞ്ഞ് അവൾ ഫോണെടുത്തു. ഹലോ ദീപേ, തിരക്കിലാണോ? ഞാൻ ചോദിച്ചു. അല്ല, ഇവിടെ ഓഡിറ്റിനുള്ള പ്രിപ്പറേഷനിലാണ്, ദീപ പറഞ്ഞു.
"ഉം, എൻ്റെ ലഞ്ച് ബ്രേക്കാണ്. വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുമോ? ഞാൻ ഫുഡ് വാങ്ങി വെക്കണോ?" "ഏയ് വേണ്ട, ഞാൻ വരാൻ ലേറ്റാവും. പക്ഷെ ഫ്രിഡ്ജിൽ ഫുഡ് ഇരിക്കുന്നുണ്ട്. നൈറ്റ് അത് ചൂടാക്കിയാൽ മതി," അവൾ പറഞ്ഞു. ഫോണിൻ്റെ മറുവശത്ത് നിന്ന് ദീപ എന്നൊരു വിളി കേട്ടു. ഇന്ന് ആ ഫയൽ എന്നൊരു ഡയലോഗും കൂടി അവൾ പറഞ്ഞു. "ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, വന്നിട്ട് കാണാം, ബൈ" എന്നും പറഞ്ഞ് അവൾ കോൺ ഡിസ്കണക്റ്റ് ആക്കി. അപ്പോൾ അവൾ ഇപ്പോഴും ഓഫീസിലുണ്ട്. ഞാനൊരു 3:20 അവളുടെ ഓഫീസിൻ്റെ അടുത്തെത്തി. കാറിൽ തന്നെ കുറച്ചേരം വെയിറ്റ് ചെയ്തു. 3:30 കുറച്ചു പേർ ദീപയുടെ ഓഫീസിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് കണ്ടു. 10 മിനിറ്റൂടെ കഴിഞ്ഞപ്പോൾ അതാ രേഷ്മയും വേറൊരുത്തനും പുറത്തേക്ക് വരുന്നു. നല്ല ഉയരമുണ്ട്, ഏകദേശം 5-10 ഉയരമുണ്ടാവും. ഓഫീസ് എക്സിക്യൂട്ടീവ് ലുക്കുണ്ട് അവന്. പെട്ടെന്ന് എൻ്റെ ഭാര്യയും ആസിഫും ഓഫീസിൻ്റെ പുറത്തേക്ക് വരുന്നു. അവർ നേരെ പാർക്കിങ്ങിലുള്ള ഒരു കാറിൻ്റെ അടുത്ത് പോയി ബാക്ക് ഡോർ തുറന്ന് ഹെൽമെറ്റുകൾ എടുത്തു. എൻ്റെ അങ്ങനെ അവരെല്ലാവരും കൂടി പോയത് തിയേറ്ററിലേക്കായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് വീക്ക് കണ്ട സെയിം മൂവിക്ക് അവരെല്ലാവരും തിയേറ്ററിൽ കയറി. എനിക്കവർ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ ഒട്ടും മനസ്സില്ലായിരുന്നു. ഞാനും ഒരു ടിക്കറ്റ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്യാൻ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി മൂവി കാണാൻ അധികം ആരുമില്ലെന്ന്. ലാസ്റ്റിൽ നിന്നും 3rd റോയിൽ മിഡിലിൽ 5 സീറ്റ് ബുക്ക് ചെയ്തതായി ഞാൻ കണ്ടു. അവരുടെ പുറകിലെ റോ എല്ലാം കാലിയാണ്. ഞാൻ 2nd ലാസ്റ്റ് റോയിൽ കോർണർ സീറ്റ് ബുക്ക് ചെയ്തു. മൂവി തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞാണ് ഞാൻ അകത്തേക്ക് പോയത്. മാക്സിമം ഡാർക്കായിരിക്കുമ്പോൾ എന്നെ അവർക്ക് കാണില്ലല്ലോ. അങ്ങനെ ഞാൻ ആരുടെയും ശ്രദ്ധ കിട്ടാത്ത രീതിയിൽ നേരെ 2nd ലാസ്റ്റ് റോയിൽ ചെന്നിരുന്നു. എൻ്റെ ഇടതുവശത്ത് മാറി തിയേറ്ററിൻ്റെ മിഡിലായിട്ടാണ് അവർ ഇരിക്കുന്നത്. ഇടത് സൈഡിൻ്റെ അറ്റത്തായി ശരത്തും പിന്നെ രേഷ്മയും, മൂന്നാമതായി ജാഫറും, അത് കഴിഞ്ഞ് എൻ്റെ ഭാര്യയും അപ്പുറം ആസിഫും ഉണ്ട്. ഇങ്ങനെയാണ് അവരവിടെ ഇരുന്നത്. അവർ പരസ്പരം സംസാരിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. സ്ക്രീനിലേക്ക് തന്നെയാണ് അവർ നോക്കിയിരിക്കുന്നത്. 15 മിനിറ്റോളം കഴിഞ്ഞു കാണും. ശരത്തും രേഷ്മയും എന്തൊക്കെയോ സംസാരിക്കുന്നു. രേഷ്മ ജാഫറിൻ്റെ ഷോൾഡറിൽ തല വെച്ച് കിടക്കുന്നു. കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ ജാഫർ അവൻ്റെ ഇടത് കൈ രേഷ്മയുടെ തോളിലൂടെ ഇടുന്നത് ഞാൻ കണ്ടു. സൂക്ഷിച്ചു നോക്കിയാൽ ജാഫറിൻ്റെ കൈ ചെറുതായി മൂവ് ചെയ്യുന്നത് പോലെയുണ്ട്. വളരെ സാവധാനമാണ്. പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ശരത്ത് ഇതൊന്നും ശ്രദ്ധിക്കാതെ സ്ക്രീനിൽ നോക്കിയിരിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്കും യാതൊരു മാറ്റവും എനിക്ക് തോന്നിയില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ വന്ന് കണ്ട സെയിം മൂവി വീണ്ടും കാണുവാണെങ്കിലും ആദ്യമായി കാണുന്ന പോലെ വളരെ ശ്രദ്ധിച്ചാണ് ഇരിക്കുന്നത്. ആസിഫ് കുറച്ചെൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ചേർന്നിരുന്നുവെങ്കിലും അവൻ ജാഫറിനെ പോലെ ഇവളുടെ ഷോൾഡറിലൂടെ കൈയൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ ഇൻ്റർവെല്ലായി. അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ച ശേഷം രേഷ്മയും ദീപയും പുറത്തു പോയി. ഞാനും അവരെ ഫോളോ ചെയ്തു. 2 പേരും പോയത് വാഷ്റൂമിലേക്കായിരുന്നു. ഞാൻ അവർ വരുന്നത് വരെ പുറത്ത് ഒരു തൂണിന് മറവിൽ നിന്നു. പുറത്തേക്ക് വന്നപ്പോൾ അവരുടെ സംസാരം എനിക്ക് കേൾക്കാൻ സാധിച്ചു. "എന്തായിരുന്നു അവിടെ 3 പേരും കൂടി പരിപാടി?" ദീപ അവളോട് ചോദിച്ചു. "അതൊക്കെ ഞാൻ പിന്നെ പറയാടി," രേഷ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. "എന്താടി, കാര്യമായി എന്തെങ്കിലും ഉണ്ടോ?" "ആ, ഇത് നീ നോക്കിയേ," എന്നും പറഞ്ഞ് രേഷ്മ അവളുടെ ബാഗ് തുറന്ന് കാണിച്ചു. എന്താണെന്ന് എനിക്കാദ്യം മനസ്സിലായില്ല. പിന്നീടുള്ള അവളുടെ സംസാരം കേട്ടപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. "എടി, അവരെന്നോട് ഇത് അഴിച്ചു വെച്ച് വരാൻ പറഞ്ഞ് എന്നെ അടിച്ചതാ ഇങ്ങോട്ട്," രേഷ്മ അതും പറഞ്ഞ് ചിരിച്ചു. "ആടി, എന്നോട് ആസിഫും പറഞ്ഞു," രേഷ്മ അതും പറഞ്ഞ് അവളുടെ ബാഗും തുറന്ന് കാണിച്ചു കൊടുത്തു. ശരിക്കും ആ സമയം ഞാൻ ഞെട്ടി. അങ്ങനെ അവർ പരസ്പരം നാണിച്ച് ചിരിച്ചുകൊണ്ട് വീണ്ടും തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. തിയേറ്റർ വീണ്ടും ഇരുട്ടായി. ഞാൻ പതിയെ എൻ്റെ സീറ്റിൽ പോയിരുന്നു. അവർ പഴയതുപോലെയല്ല അവരുടെ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തുകൊണ്ടാണ് കാമുകന്മാർ തിയേറ്ററിൽ വരുന്നതെന്നും
അവർ ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്താലും നമുക്കത് ഊഹിക്കാം. ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്യുന്നത് എന്താണെന്ന് കാണാനോ മനസ്സിലാക്കാനോ നമുക്ക് പറ്റില്ല. കൊടുക്കുന്നവർക്കും വാങ്ങിക്കുന്നവർക്കും മാത്രമേ അത് മനസ്സിലാകൂ. ഞാൻ അവരെ എത്രയും നേരം നിരീക്ഷിച്ചിട്ടും ഒന്നും മനസ്സിലാവാത്ത ഒരു പൊട്ടനെ പോലെ ഇരിക്കേണ്ടി വന്നു. ഇടയ്ക്കൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നതായും കാണാം. പക്ഷേ ഒന്നും വ്യക്തമായില്ല. വീണ്ടും സമയം പോയിക്കൊണ്ടിരുന്നു. മൂവി അവസാനിച്ചു. ഞാനവർ സീറ്റിൽ നിന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററിന് പുറത്തേക്ക് വന്നു. എന്തായാലും അവരിപ്പോൾ പുറത്തു വരും. ഇൻ്റർവെൽ ടൈമിൽ പോലെ ജാഫറും ശരത്തും ആസിഫും വാഷ്റൂമിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ നേരെ പോകുന്നത് അവിടേക്കായിരിക്കും. ഭാര്യയും രേഷ്മയും വാഷ്റൂമിലേക്ക് പോവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അവരെ നോക്കിയാൽ ഞാൻ ചിലപ്പോൾ ശരത്തിൻ്റെ കണ്ണിൽ പെടും. അതുകൊണ്ട് എന്തുകൊണ്ടും സേഫ് വാഷ്റൂമാണ്. ഞാൻ വാഷ്റൂമിൽ കയറിയിരുന്നു. എൻ്റെ ഊഹം തെറ്റിയില്ല. അതാ അവർ വാഷ്റൂമിൽ വന്നിരിക്കുന്നു. ഞാൻ അവിടെ ശ്വാസം അടക്കി പിടിച്ചിരുന്നു. അവർ 3 പേരും ഞാനുമല്ലാതെ ആരും തന്നെ അവിടെയില്ല. അവരിലാരോ കൈ കഴുകുന്ന ശബ്ദം എനിക്ക് കേൾക്കാം. ശബ്ദം കേട്ടപ്പോൾ അത് ശരത്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായിക്ക നിങ്ങൾ കൈ കഴുകുന്നേ? കയ്യിൽ നിന്ന് പോയില്ലേ? ശരത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ലടാ, കുറച്ചുകൂടി ഉണ്ടായി, ജാഫർ പറഞ്ഞു. നിങ്ങളാള് പുലിയാണല്ലോ ഇക്ക, ശരത്ത് പറഞ്ഞു. ആ, അത് പിന്നെ നമ്മൾ ആഗ്രഹിച്ചു വന്നതല്ലേടാ, അതുകൊണ്ടാ, ജാഫർ പറഞ്ഞു. അല്ല ആസിഫേ, നീയും ദീപയും അവിടെ എന്തായിരുന്നു പരിപാടി? ശരത്ത് ആസിഫിനോട് ചോദിക്കുന്നുണ്ട്. ഞാനൊരു ദീർഘശ്വാസം എടുത്ത് എന്താണാവോ അവൻ പറയാൻ പോകുന്നത് കേൾക്കാൻ കാതോർത്തു. അവനും എൻ്റെ ഭാര്യയും അവിടെ എന്താ ചെയ്തതെന്ന് എനിക്കറിയണമായിരുന്നു. എടാ, അത് ഞാൻ പിന്നെ പറയാം. അവരിപ്പോൾ വാഷ്റൂമിൽ നിന്നും പുറത്തു വന്ന് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, ആസിഫ് പറഞ്ഞു. ഏയ്, അവരൊന്നും ഇറങ്ങിയിട്ടുണ്ടായില്ലടാ, ശരത്ത് പറഞ്ഞു. പെട്ടെന്ന് ആരുടെയോ ഫോൺ റിങ് ചെയ്തു. ആ, ദാ വരുന്നു, ജാഫർ ഫോണിൽ കൂടി പറഞ്ഞു. ഫോൺ ഡിസ്കണക്ട് ചെയ്തു. ഡാ, അവരാ വിളിച്ചേ. ഇനിയും നിന്നാൽ ദീപയ്ക്ക് ലേറ്റ് ആകുമെന്ന് ജാഫർ പറഞ്ഞു. ആ, എന്നാ പിന്നെ പറഞ്ഞാൽ മതി, ശരത്ത് അതും പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. ആ, ആയിക്കോട്ടെ, ആസിഫും പറഞ്ഞു. അവർ 3 പേരും വാഷ്റൂമിൽ നിന്നും പോയി. കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ നിന്നു. എൻ്റെ ഭാര്യ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനും അവളെ മറ്റുള്ളവർ നോക്കാനും ഇത്രയും ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഞാൻ സത്യത്തിൽ ആസിഫ് പറഞ്ഞതെല്ലാം കേട്ട് തകർന്നു പോയിരുന്നു. ഹൃദയത്തിൽ കല്ല് വെക്കുന്ന ഫീല് ശരിക്കും ഞാൻ ഇപ്പോൾ അനുഭവിച്ചറിയുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി പാർക്കിങ്ങിലേക്ക് എൻ്റെ കാറ് ലക്ഷ്യമാക്കി നടന്നു. അവർ ബൈക്കിൽ പോകാൻ ഒരുങ്ങുന്നു. ദീപയുടെ ബൈക്ക് ആസിഫാണ് ഓടിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ദീപ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് ആസിഫിൻ്റെ അടുത്തിരുന്നു. രേഷ്മ ജാഫറിൻ്റെ പുറകിൽ ഒരു ലവറെ പോലെ ഇരുന്നു. ശരത്ത് മറ്റൊരു ബൈക്കിലും. ഞാൻ വീണ്ടും അവരെ ഫോളോ ചെയ്തു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ശരത്ത് മറ്റൊരു വഴിയിലേക്ക് ഇവരോട് ബൈ പറഞ്ഞ് തിരിഞ്ഞുപോയി. എൻ്റെ ഭാര്യയും മറ്റുള്ളവരും ഓഫീസ് ലക്ഷ്യമാക്കിപ്പോയി. ഓഫീസ് പാർക്കിങ്ങിലെത്തിയപ്പോൾ ജാഫർ കാർ തുറന്ന് ദീപയുടെ ജാക്കറ്റ് എടുത്തു കൊടുത്തു. ജാഫറും ആസിഫും രേഷ്മയോടും എൻ്റെ ഭാര്യയോടും ബൈ പറഞ്ഞു. ജാഫർ അവൻ്റെ കാറും ആസിഫ് ബൈക്കുമെടുത്ത് പുറത്തേക്ക് പോയി. ദീപയും രേഷ്മയും നേരെ പോയത് ഓഫീസ് വാഷ്റൂമിലേക്കായിരിക്കണം. അവർ പുറത്തു വരുന്നവരെ ഞാൻ കാത്തു നിന്നാൽ അത് ശരിയാവില്ല. ദീപ വരുന്നതിന് മുമ്പ് എനിക്ക് വീട്ടിലെത്തണം. ഞാൻ നേരെ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു. അവൾക്ക് യാതൊരു സംശയവും തോന്നാതിരിക്കാൻ നേരെ വന്ന് ഗ്ലാസ്സിൽ ഒന്നൊഴിച്ചു. ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ടിവിയും ഓൺ ചെയ്ത് അവളെ കാത്തിരുന്നു. സമയം 8:30 ആവുന്നു. അവൾ ഡോർ തുറന്ന് അകത്തേക്ക് വന്നു. രാവിലെ എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെയാണ് അവളുടെ തിരിച്ചുള്ള വരവും. ഞാൻ കരുതിയതുപോലെ തന്നെ അവളുടെ കണ്ണുകൾ പോയത് ഒഴിച്ചു വെച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് തന്നെയായിരുന്നു. എന്താ ഇന്ന് പതിവില്ലാത്ത ശീലങ്ങളൊക്കെ? വന്ന് കയറിയതും അവൾ എന്നോട് ചോദിച്ചു. ഏയ്, അതൊന്നും ഇല്ലടി, ഇന്ന് നല്ല പണിയുണ്ടായിരുന്നു, ശരിക്കും ടയേർഡായി.
ഞാൻ പറഞ്ഞു. ഓ, വന്നിട്ട് ഒരുപാട് നേരമായോ? ഏയ് ഇല്ലെന്നേ, ഒരു അരമണിക്കൂർ. ഞാൻ 7:30 എത്തി. ഏ, അരമണിക്കൂറോ? ഇപ്പോൾ സമയം 8:30 ആയല്ലോ, ദീപ പറഞ്ഞു. ആ, അത്രയായോ? ഞാൻ ശ്രദ്ധിച്ചില്ല. എത്രണ്ണം കുടിച്ചു? ദീപ ചോദിച്ചു. ഏയ്, അത്രയൊന്നും ആയില്ലടി. ശരി, വന്നിട്ട് കുളിച്ചായിരുന്നോ? ആ, അതൊക്കെ കഴിഞ്ഞതാണ്, ഞാൻ പറഞ്ഞു. ശരി. അല്ല, എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ലടി. ഞാനൊന്ന് കുടിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ഫുഡ് ശരിയാക്കി തരാം. ഞാനും നല്ല ടയേർഡാണ്. അതെ, നീ ഇനി ഡെയിലി ബൈക്കിൽ പോകുന്നതാണ് നല്ലത്, ഞാൻ പറഞ്ഞു. അതെന്താ? ദീപ ചോദിച്ചു. അത് ഇനിയുള്ള ദിവസങ്ങളിൽ ഓവർ ടൈം നിൽക്കേണ്ടി വരും. ഒരുപാട് ലേറ്റാവോ നിങ്ങൾ? ദീപ ചോദിച്ചു. 6 മണിവരെയുള്ള ഷിഫ്റ്റ് 8 മണിവരെ ആകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും 9 മണിയാകുമ്പോൾ വീട്ടിലെത്താം, ഞാൻ പറഞ്ഞു. ആണോ? എൻ്റെ കാര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. പുതിയ പ്രൊജക്റ്റിന് കമ്പനി ഞങ്ങളുടെ ടീമിനെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് ഫ്രം ഹോം ആരുമൊന്നും ചെയ്യുന്നില്ലെന്നേ. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത വീക്ക് തൊട്ട് ഷിഫ്റ്റ് ടൈം 7 മണിവരെ ആക്കാൻ നോക്കുന്നുണ്ട്, ദീപ പറഞ്ഞു. ഓ, ഓഫീസിലെ എല്ലാവരുടെയും ടൈം മാറ്റം വരുമോ? ഞാൻ ചോദിച്ചു. ഏയ് ഇല്ല, ഞങ്ങൾ 6 പേരും മാത്രം ഓഫീസ് ടൈം കഴിഞ്ഞ് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്നാ അങ്ങനെ ആട്ടെ, നീ പോയി കുളിച്ചിട്ട് വാ, ഞാൻ പറഞ്ഞു. ആ, ഓക്കെ. അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. ഓഫീസ് കഴിഞ്ഞുള്ള കലാപരിപാടികൾ കണ്ടിന്യൂ ചെയ്യാനാണ് അവരുടെ പ്ലാനിങ്. ഞാൻ വീണ്ടും ഒന്നകത്താക്കി. എൻ്റെ ചിന്തകൾ വീണ്ടും തിയേറ്ററിലേക്ക് പോയിരുന്നു. രേഷ്മയും ജാഫറും ശരത്തും തിയേറ്ററിനുള്ളിൽ എന്തു ചെയ്തുവെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായി. എൻ്റെ ഭാര്യയും ആസിഫും തിയേറ്ററിൽ കയറുന്നവരെ എങ്ങനെയായിരുന്നുവെന്നും കാണാനും കേൾക്കാനും പറ്റി. പക്ഷേ തിയേറ്ററിനുള്ളിൽ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലായില്ല. എനിക്ക് വ്യക്തമായി ഒന്നും കാണാനും സാധിച്ചില്ല. ആസിഫ് അവരോട് പറഞ്ഞതുമില്ല. അപ്പോഴേക്കും അവർ വാഷ്റൂമിൽ നിന്നും പുറത്തേക്ക് വരികയും ചെയ്തു. ഇനിയിപ്പോൾ അതറിയാൻ എന്താ ഒരു മാർഗം? അപ്പോഴാണ് ദീപ കുളി കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയത്. അവൾ ഫുഡ് ശരിയാക്കുന്നതിനിടയിൽ അവൾക്കൊരു കോൾ വന്നു. അവൾ ഫോൺ ടേബിളിൽ വെച്ചിട്ടായിരുന്നു കിച്ചണിൽ പോയത്. ഞാൻ നോക്കിയപ്പോൾ കോണ്ടാക്റ്റിൽ രേഷ്മ ചേച്ചി എന്ന് എഴുതിയിരിക്കുന്നു. ദീപ കിച്ചണിൽ നിന്നും വന്ന് ഫോൺ കയ്യിലെടുത്തു. ഫോൺ എടുക്കുന്നത് കണ്ടില്ലേ? അതൊന്നെടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുവന്നാൽ എന്താ? ദീപ എന്നോട് പറഞ്ഞു. വയ്യടി, തളർന്ന സ്വരത്തിൽ ഞാൻ പറഞ്ഞു. ദീപ ഫോണെടുത്ത് കിച്ചണിലേക്ക് പോയി. ഞാൻ പതിയെ കിച്ചണിനോട് ചേർന്ന് കാതോർത്ത് നിന്നു. ദീപ ഫോണിൽ കൂടി പറഞ്ഞു. ചേച്ചി, ഞാൻ അങ്ങോട്ട് വിളിക്കാം, പുള്ളിക്കാരൻ ഇവിടെയുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വിളിക്കും, ഉറപ്പ്. പുള്ളിക്കാരൻ വേഗം ഉറങ്ങും. ഇപ്പോഴേ ആവശ്യത്തിന് കഴിച്ചിട്ടുണ്ട്. ഏകദേശം ഓഫായി. ഇനി ഫുഡ് കൊടുത്ത് കിടത്തിയാൽ മതി. ചേച്ചി എന്നെ വിശ്വസിക്ക്, ഞാൻ എന്തായാലും വിളിക്കും. അപ്പോൾ എല്ലാം വിശദമായി പറയാം. ബൈ. ഞാൻ എൻ്റെ പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. അപ്പോൾ രേഷ്മയോട് ഇവൾ നടന്നതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഉറങ്ങിയതിന് ശേഷം വിളിക്കാനാണ് പ്ലാൻ. അങ്ങനെ ആവട്ടെ. 5 മിനിറ്റ് കഴിഞ്ഞ് അവൾ ടേബിളിൽ ഫുഡ് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ വേഗം അത് കഴിച്ചു. ഞാൻ കിടക്കാൻ ബെഡ്റൂമിലേക്ക് പോയി. 15 മിനിറ്റ് കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് ദീപയും ബെഡിൽ വന്ന് കിടന്നു. ഏകദേശം 9:30 ഞാൻ ഉറങ്ങിയെന്നവൾ ഉറപ്പ് വരുത്തി. പതിയെ ലൈറ്റ് ഓൺ ചെയ്യാതെ അവളുടെ ഫോണെടുത്ത് ബെഡ്റൂമിൽ നിന്നും അവളുടെ വർക്കിംഗ് റൂമിലേക്ക് പോയി. ആ റൂമിൻ്റെ ഡോർ അടയ്ക്കുന്ന ശബ്ദം ഞാൻ കേട്ടു. പതിയെ ഞാനും അവളുടെ റൂമിൻ്റെ ഡോർ ലക്ഷ്യമാക്കി നടന്നു. ഡോർ അടഞ്ഞു കിടക്കുന്നു. അവളുടെ റൂമിനകത്ത് ലൈറ്റ് ഉള്ളതായി തോന്നുന്നില്ല. എന്നാൽ വ്യക്തമായി അവളുടെ ഫോണിൽ നിന്നും കോള് പോകുന്നതിൻ്റെ ശബ്ദം കേൾക്കാം. 4 റിങ് കഴിഞ്ഞു. ഹലോ ചേച്ചി, ഉറങ്ങിയില്ലായിരുന്നു അല്ലേ? കുറച്ച് റിങ് ചെയ്ത് എടുക്കാതിരുന്നപ്പോൾ ഞാൻ കരുതി ഉറങ്ങിക്കാണുമെന്ന്. എനിക്ക് ദീപയുടെ സംസാരം മാത്രമേ കേൾക്കാൻ കഴിയുന്നുള്ളൂ. രേഷ്മ എന്ത് ചോദിക്കുന്നു പറയുന്നു എന്നൊന്നും എനിക്കറിയാൻ സാധിക്കുന്നില്ല. എനിക്കറിയാം ചേച്ചിക്ക് നല്ല ക്ഷീണം കാണുമെന്ന്. ആ, അതൊക്കെ ഞാൻ അറിഞ്ഞു ചേച്ചി. ഏയ്
ഇല്ല ചേച്ചി, ഞാൻ ആരെയും ഫോൺ വിളിച്ച് ചോദിച്ചൊന്നുമില്ല. അതിനെവിടെ എനിക്ക് സമയം. ആ, എന്നോട് ആസി പറഞ്ഞതാണ്. ആസിയോട് ജാഫിയും ശരത്തും പറഞ്ഞു. ഞങ്ങൾ ബൈക്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് ആസിയാണ് ഇതൊക്കെ എന്നോട് പറഞ്ഞത്. ചേച്ചി കൊള്ളാലോ, 3 പേരും കൂടി ഇന്ന് അടിച്ചു പൊളിച്ചല്ലേ? ആ, ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത് ചേച്ചിക്ക് നല്ല ക്ഷീണമുണ്ടാവുമെന്ന്. അതും പറഞ്ഞ് അവൾ ചിരിച്ചു. കെട്ടിയവൻ അവിടെ പോത്തുപോലെ കിടന്നുറങ്ങുന്നുണ്ട്. അയാൾക്ക് ഉറക്കം കിട്ടിയാൽ പിന്നെ എന്നെ വേണ്ടല്ലോ. അതല്ലേ അയാൾ ഉറങ്ങിക്കഴിഞ്ഞ് ലേറ്റായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ചാറ്റ് ചെയ്യാനും ഫോൺ വിളിക്കാനൊക്കെ വരുന്നത്, ദീപ ഫോണിലൂടെ പറഞ്ഞു. അപ്പോൾ ഇത് സ്ഥിരം കലാപരിപാടിയാണല്ലോ, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഫോൺ വിളികൾ. ഞാനാണെങ്കിൽ ഒന്നുറങ്ങിയാൽ പിന്നെ എഴുന്നേക്ക് പോലുമില്ല. വീണ്ടും ദീപ പറയുന്നതിലേക്ക് ഞാൻ കാതോർത്തു. അങ്ങനെ എന്നത്തെയും പോലെ ഓഫീസിലേക്ക് പോവാൻ റെഡിയാകുന്ന ദീപയെ കണി കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഗുഡ് മോർണിംഗ് അരുൺ, ദീപ എന്നോട് പറഞ്ഞു. മോർണിംഗ് അരുൺ പറഞ്ഞു. ഇന്ന് ലേറ്റായിട്ടാണോ വരുന്നത്? ദീപ ചോദിച്ചു. അതിനാണ് ചാൻസ് കൂടുതൽ. ലഞ്ച് ബ്രേക്ക് ടൈമിൽ ഞാൻ അറിയിക്കാം, അരുൺ പറഞ്ഞു. ആ ശരി, ഞാൻ ലേറ്റ് ആണെങ്കിൽ മെസ്സേജ് ഇടാം. ഞാനും ചിലപ്പോൾ ലേറ്റാവും. ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ദീപ പറഞ്ഞു. ശരി, നീ മെസ്സേജ് അയച്ചാൽ മതി, അരുൺ പറഞ്ഞു. ഞാനിന്ന് ബൈക്ക് എടുക്കുന്നില്ല. അതിന് അരുണൊന്ന് മൂളി. ബൈ, സീ യു. അതും പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന എൻ്റെ ഭാര്യയെ ഞാൻ നോക്കിക്കിടന്നു. ഹോളിലെത്തി ചെയറിൽ കിടക്കുന്ന ഓവർ ജാക്കറ്റ് എടുത്ത് മെയിൻ ഡോർ ലോക്ക് ചെയ്ത് അവൾ വെളിയിൽ പോയി. ഇന്ന് ഫ്രൈഡേ അല്ലേ? സത്യത്തിൽ ഞങ്ങൾക്കിന്ന് 3 മണിവരെ ഷിഫ്റ്റുള്ളൂ. ഞാൻ മനഃപൂർവ്വം അവളോട് ലേറ്റായി വരുമെന്ന് പറഞ്ഞതാണ്. അവൾ പോയതിനു ശേഷം ഞാനും റെഡിയായി ജോലിക്ക് പോയി. ബ്രേക്ക് ടൈമിൽ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് ഷിഫ്റ്റ് 7 മണിവരെ ഉണ്ട്, ഞാൻ എത്താൻ 8 മണിയാകുമെന്ന്. കുറച്ച് കഴിഞ്ഞ് എനിക്ക് ദീപയുടെ റിപ്ലൈ വന്നു. ഞാനും ലേറ്റാവും അരുൺ, എനിക്ക് 7 മണിവരെ ഷിഫ്റ്റ് ഉണ്ടെന്ന്. ഞാനതിന് ഓക്കെ എന്ന് റിപ്ലൈ കൊടുത്തു. 3 മണിയാകാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ സമയം 3 മണിയായി. ഞാൻ നേരെ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി. ഇന്നലെ അവൾ ഫോണിൽ പറയുന്നത് കേട്ടത് 3:30 കഴിഞ്ഞ് അവനും അവളും കൂടി എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുമെന്നായിരുന്നു. അതുകൊണ്ട് അവരെൻ്റെ ഫ്ലാറ്റിലെത്താൻ 4 മണിയാവാൻ സാധ്യതയുണ്ട്. ഞാനൊരു 3:45 എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തി. അവിടെ ഒരു മരത്തണലിൽ ഞാൻ എൻ്റെ കാറ് നിർത്തിയിട്ടു. കാറിലിരുന്ന് നോക്കിയാൽ ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് വരുന്നവരെയും പോകുന്നവരെയും കാണാൻ. ദീപ എന്തായാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരത്തുള്ളൂ. അതെനിക്ക് കാറിലിരുന്ന് വ്യക്തമായി കാണാം. അവിടെ ഇരുന്നാൽ എനിക്കെൻ്റെ ഫ്ലാറ്റിൻ്റെ ബിൽഡിങ്ങും കിച്ചണിൻ്റെ വിൻഡോയും വ്യക്തമായി കാണാൻ കഴിയും. ഞാൻ അവരെയും കാത്ത് റോഡിലേക്ക് കണ്ണും നട്ടിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു അവനും അവളും കൂടി ബൈക്കിൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക്. ഞാൻ പിന്നെയും കുറച്ചു നേരം കാത്തിരുന്നു അവരെൻ്റെ ഫ്ലാറ്റിലേക്ക് കയറുന്നവരെ. അവർ എൻ്റെ ഫ്ലാറ്റിൽ അകത്തേക്ക് വന്നിരുന്നു. എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് തുറക്കുന്ന പ്ലെയിൻ ഗ്ലാസ്സിലിട്ടിരിക്കുന്ന കർട്ടൻ തുറക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നാലെ ഗ്ലാസ് ഡോർ തുറന്നുകൊണ്ട് ആസിഫ് പുറത്തേക്ക് വന്നു. എൻ്റെ ഭാര്യ അടുക്കളയിലാണെന്ന് എനിക്ക് മനസ്സിലായി. വിൻഡോയിൽ കൂടെ അകത്താരും ഉള്ളതുപോലെ അവ്യക്തമായി കാണാം. കാരണം ഞാനും ഫ്ലാറ്റും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. ആസിഫ് ബാൽക്കണിയിൽ നിന്നും ആരോടും ഫോണിൽ സംസാരിക്കുന്നു. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. ഫോണിൽ സൂം ചെയ്താൽ എനിക്കവരെ കൂടുതൽ വ്യക്തമായി കാണാമെന്ന്. ഞാൻ എൻ്റെ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് സൂം ചെയ്തു. ആസിഫിനെ എനിക്ക് വ്യക്തമായി കാണാം, കിച്ചൺ വിൻഡോയും. എന്നാൽ കിച്ചണിൽ ആരുമില്ല. അപ്പോൾ അതാ വരുന്നു എൻ്റെ ഭാര്യ ഒരു കപ്പിൽ ചായയുമായി. കൊണ്ടുവന്ന ചായ അവൾ ആസിഫിന് നീട്ടി. അവൻ ചായ വാങ്ങിക്കാതെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അവൾക്ക് നേരെ കൊടുത്തു. ഒരു കയ്യിൽ ചായയും മറുകൈയിൽ ഫോണിലും സംസാരിക്കുന്നു. ഇടയ്ക്ക് കപ്പിൽ നിന്നും കുറച്ച് ചായയും കുടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വോയിസ് കോൾ മാറ്റി വീഡിയോ കോൾ ആക്കിയെന്നാണ്.
ദീപ ഫോണ് ചെവിയിൽ നിന്നും എടുത്ത് ബാൽക്കണിയിൽ നിന്നും വെളിയിലേക്ക് കൈകൾ നീട്ടി അവളെ ഫോണിൽ കാണുന്ന രീതിയിൽ പിടിക്കുന്നു. അപ്പോഴതാ സൈഡിൽ മാറി നിൽക്കുന്ന ആസിഫ് എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് നീങ്ങുന്നു. അവൾ ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി സംസാരിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ കാണുന്നുണ്ട്. അതിനിടയിൽ ആസിഫ് പരിപാടി ഒപ്പിക്കുന്നുമുണ്ട്. അവർ വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ മറ്റൊരാൾക്ക് വീഡിയോ കോളിലൂടെ ഇവർ കാണിച്ചും കൊടുക്കുന്നുണ്ട്. ഞാൻ ആ സമയം ദീപയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു. ഇതെല്ലാം വീഡിയോ കോളിൽ കൂടി കാണിക്കാൻ ദീപക്ക് ഒരു മടിയുമില്ലെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. ഇതുവരെ എൻ്റെ ഭാര്യ രേഷ്മയോട് പറഞ്ഞു കേട്ടിരുന്ന അവൻ്റെ പ്രവൃത്തികൾ ഇപ്പോൾ ഞാൻ എൻ്റെ കൺമുമ്പിൽ സൂര്യ വെളിച്ചത്തിൽ കാണുന്നു. അവനിതിൽ പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ വല്ലവൻ്റെയും ഭാര്യയെ തന്നെ വേണം. ഞാൻ സമയം നോക്കിയപ്പോൾ 4:30 ആയിരിക്കുന്നു. അവളെ ഇനി അവൻ്റെ കൂടെ കൂടുതൽ വിടാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ ചെയ്തു. എൻ്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ ദീപ അവനെ പിടിച്ചു മാറ്റി. എന്നിട്ട് സ്ക്രീൻ അവന് കാണിച്ചു കൊടുത്തു. അവൾ കോൾ എടുത്തില്ല. ഞാൻ ഉടനെ അവൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു. എനിക്കിന്ന് ഓവർ ടൈം വർക്കില്ല, അത് ക്യാൻസലായി. എൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടപ്പോൾ ദീപക്കാകെ പരിഭ്രമമായി. അവൾ ആസിഫിനെ ടെക്സ്റ്റ് കാണിച്ചു. ആസിഫ് അവളോട് എന്നെ വിളിക്കാൻ പറഞ്ഞു. ഉടനെ അവൾ വീഡിയോ കോൾ കട്ട് ചെയ്ത് എന്നെ വിളിച്ചു. ഞാൻ ഉടനെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ ദീപേ, ഞാൻ വിളിച്ചിരുന്നു നിന്നെ. ആ അത് കോൾ എടുക്കുന്നതിന് മുമ്പ് കട്ടായി, ദീപ പറഞ്ഞു. ആ അതെ, ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇന്നെനിക്ക് ഓവർ ടൈം വർക്കില്ല. പിന്നെ ഓൾറെഡി എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാം, ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും, ഞാൻ പറഞ്ഞു. ഷിഫ്റ്റ് ഇത്ര വേഗം തീർന്നോ? ദീപ ചോദിച്ചു. ആ അതെ, ഒരു മെഷീൻ കംപ്ലൈൻ്റ് ആയി, വർക്കൊന്നും ഇനി നടക്കില്ല, അതുകൊണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞു, ഞാൻ അവളോട് പറഞ്ഞു. കുറച്ചു നേരം സൈലൻ്റ് ആയിരുന്നു. ആ സമയം ആസിഫ് എന്തോ അവളുടെ ചെവിയിൽ പറയുന്നത് എനിക്ക് കാണാം. ആ അരുണേ, അത് നന്നായി, എൻ്റെയും ഷിഫ്റ്റ് കഴിഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാം, ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പോൾ എത്തും. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്, ദീപ പറഞ്ഞു. ആ എങ്കിൽ ഫ്രണ്ടിനോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറ, എനിക്ക് പരിചയപ്പെടാമല്ലോ. ആ ശരി, വേഗം വായോ, ദീപ പറഞ്ഞു. അങ്ങനെ കോൾ കട്ട് ചെയ്തു. ബാൽക്കണിയിൽ നിന്നും അവർ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് കാണാം. വീണ്ടും കുറച്ചു നേരം അവരെന്തൊക്കെയോ പരിപാടി ഒപ്പിച്ച് പെട്ടെന്ന് ബാൽക്കണിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് പോയി. അവർ എന്തൊക്കെയോ പറയുന്നുമുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അവർ രണ്ടുപേരും ബെഡ്റൂമിൽ നിന്നും തിരിച്ചു വരുന്നതും ഞാൻ കണ്ടു. അവർ തിരിച്ച് ബാൽക്കണിയിൽ തന്നെ വന്നു നിന്നു. വീണ്ടും അവരവരുടെ പരിപാടി തുടങ്ങി. ഇനിയും ഞാൻ താമസിച്ചു തന്നാൽ ശരിയാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ ഉടനെ എൻ്റെ കാറെടുത്ത് ബിൽഡിംഗ് പാർക്കിങ്ങിലേക്ക് പോയി. എൻ്റെ ഹൃദയമിടിപ്പ് കൂടി വന്നു. ഡോർ കീ ഉപയോഗിച്ച് തുറക്കാൻ നോക്കി, പറ്റുന്നില്ല, അകത്തുനിന്ന് ലോക്കാണ്. ഞാൻ കോളിംഗ് ബെല്ലടിച്ചു. 1 മിനിറ്റ് കഴിഞ്ഞാണ് ഡോർ തുറന്നത്. ദീപ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. അപ്പോഴതാ ബാൽക്കണിയിൽ നിന്നും ഹായ് അരുൺ ബ്രോ, ആസിഫ് എന്നെ വിളിച്ചു. അരുൺ, ഇതാണ് ആസിഫ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിലൊരുത്തൻ. ദീപ അവനെ എനിക്ക് പരിചയപ്പെടുത്തി. ഹായ്, ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചു നിങ്ങളെ, ഞാൻ ചോദിച്ചു. ഏയ് ഇല്ലെന്നേ, ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ, ദീപ പറഞ്ഞു. ആ ബ്രോ ഇരിക്ക്, ഞാൻ ഈ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം, ഞാൻ പറഞ്ഞു. ഓ ശരി ബ്രോ, ആസിഫ് പറഞ്ഞു. ഞാൻ ചായ എടുക്കാം, അതും പറഞ്ഞ് ദീപ അടുക്കളയിലേക്ക് പോകുന്നു. ഞാൻ റൂമിലേക്കും പോയി. റൂമിൽ ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ദീപ അടുക്കളയിലേക്ക് നടന്നു പോകുമ്പോൾ വേറൊരു കാൽപെരുമാറ്റം കൂടി ഞാൻ കേട്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ റൂമിന് വെളിയിൽ വന്ന് അവിടെ ആസിഫില്ല. ഞാൻ ദീപയെ വിളിച്ചപ്പോൾ അവളും ആസിഫും കിച്ചണിൽ നിന്നും ഒരുമിച്ച് ഇറങ്ങി വരുന്നു. ഞാൻ വളരെ നോർമലായി ആസിഫിനോട് സംസാരിക്കാൻ തുടങ്ങി. ആ ആസിഫ് ഇരിക്കൂ, ഞാൻ ദീപയോട് പറയുമായിരുന്നു നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന്. എനിക്കിവിടെ പൊതുവെ ഫ്രണ്ട്സ് കുറവാണ്, പ്രത്യേകിച്ച് മലയാളികൾ, ഞാൻ പറഞ്ഞു. ആ ദീപേച്ചി പറയാറുണ്ടായിരുന്നു ബ്രോക്ക്
ഫ്രണ്ട് സർക്കിൾ ഇഷ്ടമല്ലെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടണമെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന സൺഡേ ഫ്രീ ആണോ? ആസിഫ് ചോദിച്ചു. ആ പിന്നെന്താ, ഞാൻ സൺഡേ ഫ്രീ ആണ്, ഒരു പരിപാടിയുമില്ല, ഞാൻ പറഞ്ഞു. ആണോ? ഞങ്ങൾ ചെറിയ ഒരു പാർട്ടി നൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് പബ്ബിൽ വെച്ച്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് 6 പേരും ബ്രോയും. ഈ അടുത്ത് ഒരു വലിയ പ്രോജക്റ്റ് കിട്ടിയിരുന്നു, അതിൻ്റേതാണ് ഈ പാർട്ടി, ആസിഫ് പറഞ്ഞു. ആ പ്രൊജക്റ്റിൻ്റെ കാര്യം ദീപ പറഞ്ഞിരുന്നു, അതുകൊണ്ടല്ലേ ലേറ്റായി വരുന്നത്. പക്ഷേ പാർട്ടി, അതിനൊക്കെ ഇവൾ സമ്മതിച്ചോ? ഞാൻ ദീപയെ നോക്കി. ആ ചേച്ചി വരുന്നുണ്ട്, ആസിഫ് പറഞ്ഞു. ഇവളിപ്പോഴും നാട്ടിൻ പുറമാണ്. എനിക്കാഗ്രഹമുണ്ട് പബ്ബിലേക്ക് ഒന്ന് പോകണം. പക്ഷേ ഇവളുടെ പഴഞ്ചൻ ലുക്ക് വെച്ച് അവിടേക്ക് പോയാൽ ഞാൻ നാണം കെടും, ഞാൻ പറഞ്ഞു. അപ്പോൾ അരുൺ ബ്രോക്ക് ചേച്ചി മോഡേൺ ആവുന്നത് ഓക്കെ ആണല്ലേ? ഞങ്ങളുടെ ഓഫീസിൽ പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ മോഡൽ ലുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതെന്നാണ്, ആസിഫ് പറഞ്ഞു. ഓ ഇനിയിപ്പോൾ 2 പേരും കൂടി എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട. ഞാൻ പബ്ബിൽ വരാം, കുറച്ചൊക്കെ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റാം, പോരെ? ദീപ പറഞ്ഞു. അവൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് സൺഡേ വീണ്ടും മീറ്റ് ചെയ്യാം. അല്ല ടൈം എപ്പോഴാണ് ആസിഫ്? ഞാൻ ചോദിച്ചു. ആ അത് ഞാൻ ചേച്ചിയെ അറിയിക്കാം, ബാക്കിയുള്ളവരോടും ചോദിക്കണം, ആസിഫ് പറഞ്ഞു. ആ ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ ബ്രോ, സൺഡേ കാണാം. ദേവിയോടും ബൈ പറഞ്ഞ് അവൻ പോയി. അങ്ങനെ അവർ പറഞ്ഞ സൺഡേ വന്നെത്തി. ഇതുവരെയും എന്നോട് എപ്പോഴാണ് പാർട്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല. രാവിലെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ടേബിളിലിരിക്കുമ്പോഴാണ് ഞാൻ ദീപയോട് ചോദിക്കുന്നത്, ഇന്നെന്താ പരിപാടി? മറന്നോ ഇന്ന് പാർട്ടിക്ക് പോകണ്ടേ? ദീപ ചോദിച്ചു. ആ വേണം, പക്ഷേ എപ്പോഴാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. സോറി, ഞാൻ വിട്ടുപോയതാ. 7 to 9 ആക്കി. പിന്നെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. എന്ത് ചേഞ്ചാണ്? അത് പബ്ബല്ല, ജാഫറിൻ്റെ വീട്ടിലാണ് പാർട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്, ദീപ പറഞ്ഞു. നീയാണോ പബ്ബ് വേണ്ടെന്ന് വെക്കാൻ കാരണം? ഞാൻ ചോദിച്ചു. ഏയ് അല്ല, ഇന്നലെ അവിടെ തന്നെ തീരുമാനമെടുത്ത് പബ്ബിൽ പാർട്ടി വേണ്ട, പ്രൈവറ്റ് പാർട്ടി മതിയെന്ന് പറഞ്ഞതാ. അതിന് ജാഫറിനിവിടെ വീടുണ്ടോ? ആ ഉണ്ടല്ലോ, അവൻ റിച്ച് അല്ലേ, ഭാര്യ ഗൾഫിൽ നേഴ്സാണ്, ദീപ പറഞ്ഞു. ഓ അപ്പോൾ പാർട്ടി ടൈം എപ്പോഴാ? 7 മണിക്ക്. ഇവിടെ നിന്നും ഒരുപാട് ദൂരമുണ്ടോ? ഞാൻ ചോദിച്ചു. ഏയ് ഇല്ലെന്നേ, ഞങ്ങളുടെ ഓഫീസിൽ നിന്നും 10 മിനിറ്റ്, ഇവിടെ നിന്നും അരമണിക്കൂർ കാണും, ദീപ പറഞ്ഞു. എങ്കിൽ ഓക്കെ. കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല. കുറച്ചു നേരം TV കണ്ട് റീൽസ് കണ്ട് എത്രയും വേഗം 7 മണിയാകാൻ ഞാൻ കാത്തിരുന്നു. 5 മണി കഴിഞ്ഞപ്പോൾ ദീപ കുളിക്കാൻ കയറി. ഏകദേശം അരമണിക്കൂർ എടുത്തിട്ടുണ്ടാവും. അവൾ വരുന്നതിന് മുമ്പേ ഞാൻ റെഡിയായി. നോർമൽ ടീഷർട്ടും പാൻറ്റും അണിഞ്ഞൊരുങ്ങിയ ദീപയെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി. ഒരു കുർത്തയിട്ടായിരുന്നു അവളുടെ വരവ്. ഇതെന്താ ഇങ്ങനെ? ഞാൻ ചോദിച്ചു. എങ്ങനെ? അല്ല, ഈ കുർത്തേക്ക് ഇട്ടിട്ട്. അതിന് പബ്ബിലൊന്നും അല്ലല്ലോ, ജാഫറിൻ്റെ വീട്ടിലല്ലേ, നോർമൽ മതി, ദീപ പറഞ്ഞു. കൂടുതലൊന്നും പറയാനോ ചോദിക്കാനോ എനിക്ക് തോന്നിയില്ല. 6:30 ഞങ്ങൾ കാറിൽ അവൾ പറഞ്ഞ ഡയറക്ഷനിൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഉൾപ്രദേശമാണ്, അധികം വീടുകളൊന്നുമില്ല. ആ പ്രദേശത്ത് കൊള്ളാവുന്ന ഒരു വീട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് വഴിയൊക്കെ കൃത്യമായി അറിയാം. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. വീടിൻ്റെ പുറത്ത് ജാഫറിൻ്റെ കാറും 3 ബൈക്കുകളും ഇരിക്കുന്നുണ്ട്. ആസിഫും ശരത്തും രേഷ്മയും ആദ്യമേ എത്തിയിട്ടുണ്ട്. ദീപ കോളിംഗ് ബെല്ലടിച്ചു. ശരത്താണ് ഡോർ തുറന്നത്. ഞങ്ങൾ അകത്തേക്കും കയറി. വീട് കൊള്ളാം. ഒരു പാർട്ടി മോഡ് ലൈറ്റും സൗണ്ടും സെറ്റ് ചെയ്ത് ഒരു ഡാർക്ക് വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ അകത്തേക്ക് വന്നതും കിച്ചണിലായിരുന്ന മറ്റു 3 പേരും ഹാളിലേക്ക് വന്നു. ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഓപ്പൺ കിച്ചൺ. ദീപ എനിക്കവരെ പരിചയപ്പെടുത്തി. ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ അരുൺ, ദീപ പറഞ്ഞു. അയ്യോ ഞങ്ങൾക്കറിയാമേ, ആസിഫ് ഒന്ന് കളിയാക്കി. അത് ഇതുവരെ പരിചയപ്പെടാത്തത് ഇവർ 2 പേരെയുമാണ്. ഇത് ജാഫർ, ഇത് രേഷ്മ. ഞാൻ അവർക്ക് 2 പേർക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. രേഷ്മ, നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ രേഷ്മയോട് ചോദിച്ചു. ആ
എനിക്കും കണ്ട് നല്ല പരിചയം തോന്നുന്നു. രേഷ്മ പറഞ്ഞു. നമ്മൾ നാട്ടിൽ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു. ആ അതെ ശരിയാ. നിങ്ങളപ്പോൾ ഒരേ നാട്ടുകാരാണോ? ജാഫറാണ് അത് ചോദിച്ചത്. സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു. ആ അതെ, അത് കഴിഞ്ഞ് നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത്. നമുക്ക് സംസാരിക്കാം, ഇപ്പോൾ ആരണിരിക്ക്, രേഷ്മ പറഞ്ഞു. ഞാനൊരു ഡ്രിങ്ക് സെറ്റ് ചെയ്യാം, ഇവർക്ക് കിച്ചണിൽ പണിയുണ്ട്, ശരത്ത് പറഞ്ഞു. ബ്രോ, ഞങ്ങളുടെ ഗസ്റ്റാണ്, ഫുഡെല്ലാം പെട്ടെന്ന് റെഡി ആവട്ടോ, ആസിഫ് എന്നോട് പറഞ്ഞു. അരുൺ, ഞാൻ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ, ഇവ നിനക്ക് കമ്പനി തരും, ശരത്തിനെ ചൂണ്ടിക്കാട്ടി ദീപ പറഞ്ഞു. ഞാനും ശരത്തും ഓരോന്നൊഴിച്ചു. കുറച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു. കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്യുന്നതിൽ അവരെല്ലാം ബിസിയായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരോ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. ശരത്ത് ഡോർ തുറന്ന് വന്ന ആളെ അകത്തേക്ക് വിളിച്ചു. അതായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന 3-4 മാസമായി ജോയിൻ ചെയ്ത കുട്ടി ഷെൽമ. അവളും അകത്തേക്ക് വന്നു. ഞാൻ ദീപയുടെ ഹസ്സാണെന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെട്ടു. ഞാനും ഷെൽമയും പിന്നെ ശരത്തും സോഫയിലിരുന്ന് കുറച്ചു നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ശരത്ത് വീണ്ടും ഓരോന്നൊഴിച്ച് അത് ഞങ്ങൾ കഴിച്ചു. 8 മണിയായപ്പോൾ ഞങ്ങൾ ഫുഡും കഴിച്ചു. ഞങ്ങൾ ആണുങ്ങളെല്ലാം ഡ്രിങ്ക്സ് കഴിക്കാനും പെണ്ണുങ്ങൾ പാത്രം ഒതുക്കി വെക്കാനും പോയി. അവരവിടെ ഡ്രിങ്ക്സ് സെറ്റാക്കുന്ന ടൈം ഞാൻ വാഷ്റൂമിൽ പോയി. റൂമിനോട് അറ്റാച്ച്ഡ് വാഷ്റൂമായിരുന്നു. ഞാൻ അകത്ത് നിൽക്കുമ്പോഴാണ് വെളിയിൽ രേഷ്മയുടെ ശബ്ദം കേൾക്കുന്നത്. നീ എന്താടി ഇങ്ങനെ വന്നേ? ഇന്ന് നമുക്ക് പരിപാടി ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് രേഷ്മ അവളോട് ചോദിച്ചു. ഓ എൻ്റെ ചേച്ചി, ഒന്ന് അടങ്ങിയിരിക്ക്, എൻ്റെ കെട്ടിയോനെ ഒന്ന് കുടിപ്പിച്ച് കിടത്തട്ടെ, ഡ്രസ്സ് ഇവിടെ വേറെയുണ്ട്, ദീപ പറഞ്ഞു. പിന്നെ കുറച്ചു നേരം അവരുടെ ശബ്ദം കേട്ടില്ല. ഞാൻ പതിയെ വെളിയിലേക്ക് വന്നു. അപ്പോഴേക്കും പാട്ടും ലൈറ്റുമെല്ലാം സെറ്റായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ 5 ഗ്ലാസ്സിലായി ഒഴിച്ചു വെച്ചിരിക്കുന്നു. ദീപയും ഷെൽമയും കഴിക്കില്ല. അവരെന്നെ കൂടുതൽ കഴിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനെന്നാൽ മറ്റൊരു പ്ലാൻ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നു. കുടിച്ച് ബോധമില്ലാതെ എത്ര അഭിനയിച്ചാലും എനിക്കെല്ലാം കാണാൻ സാധിക്കില്ല. എന്നാൽ ഞാൻ വന്ന ടൈമിൽ തന്നെ നല്ലൊരു സ്പോട്ടിൽ എൻ്റെ മറ്റൊരു ഫോൺ ക്യാമറ ഞാൻ സെറ്റ് ചെയ്തിരുന്നു. 5 എണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോധം പോവാൻ തുടങ്ങി. ഞാൻ സോഫയിൽ തല വെച്ച് കിടന്നു. പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ സമയം 11 ആയിരുന്നു. ജാഫറാണ് എന്നെ വിളിച്ചത്. ഞാൻ കണ്ണു തുറന്ന് നേരെ വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി. പുറത്തേക്ക് വന്നപ്പോൾ ദീപയും ഞാനും ഷെൽമയും ജാഫറും മാത്രമേ ഉള്ളൂ. അവർ കാറിൻ്റെ അടുത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് വീണ്ടും അകത്തേക്ക് പോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോൺ എടുത്തു. നേരെ കാറിൽ കയറി. ദീപയാണ് ഡ്രൈവ് ചെയ്തത്. ഷെൽമയും കൂടെ വന്നു. അവൾ താമസിക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്താണത്രേ. ഞാൻ വീണ്ടും കാറിലിരുന്ന് ഉറങ്ങിപ്പോയി. ഷെൽമയെ ഡ്രോപ്പ് ചെയ്തൊന്നും ഞാൻ അറിഞ്ഞില്ല. തിരിച്ച് ഫ്ലാറ്റിലെത്തിയത് 12 മണിയായപ്പോഴാണ്. അവിടെയും കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ ദീപ വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. വല്ലാതെ തല വേദനിക്കുന്നു. ഞാൻ കമ്പനിയിൽ വിളിച്ച് ഓഫ് പറഞ്ഞു. ദീപ ജോലിക്ക് പോയി കഴിഞ്ഞതും ഞാൻ പിന്നെയും ഉറങ്ങി. ഉച്ചയോട് കൂടിയാണ് ഞാൻ നോർമലായത്. ഉടനെ ഇന്നലെ നടന്ന കാര്യങ്ങൾ അറിയാൻ എനിക്ക് തിടുക്കമായി. അങ്ങനെ ഞാൻ ഫോണെടുത്ത് ലാപ്പിൽ കണക്ട് ചെയ്തു. എനിക്ക് ബോധം പോയതിനു ശേഷം അവിടെ നടന്നതെല്ലാം ഞാൻ ആ സ്ക്രീനിൽ കൂടി കണ്ടു. അപ്പോൾ ഇനി ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ടോ. അതിൽ ഒരു ലിങ്കുണ്ട്. അതിൽ കയറിയാൽ ഇതിൻ്റെ ബാക്കി സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.